പ്രിൻസിപ്പൽ അദ്ദേഹവും ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഒത്തിരി കുട്ടികൾ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കുട്ടികളാണ് പറവൂരുള്ള ആ ഒരു അക്കാഡമിയിൽ നിന്ന് കഴിഞ്ഞ 10-15 വർഷങ്ങൾ കൊണ്ട് പഠിച്ചിറങ്ങിയത് എന്ന് പറഞ്ഞു. അതില് ആദ്യം തന്നെ ഈ അക്കാഡമിയുടെ മാനേജ്മെന്റിനെയും അതോടൊപ്പം തന്നെ പഠിച്ചിറങ്ങിയ നിങ്ങളെല്ലാവരെയും ഞാൻ ഒത്തിരി അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രയും വിദ്യാർത്ഥികളെ പുറത്തിറക്കാൻ പറ്റി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ നാട്ടിലെ വലിയ പ്രമുഖമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സർവകലാശാലയിലാണ്. ഈവൻ സർവകലാശാലകളിൽ പോലും പഠിക്കാൻ വിദ്യാർത്ഥികൾ വളരെ കുറവാകുന്ന ഒരവസ്ഥയിൽ ഇത്രയും വിദ്യാർത്ഥികളെ അതും ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സിൽ പഠിപ്പിച്ച് പുറത്തിറക്കി. പലരും ജോലി ചെയ്യുന്നു, പലരും ജോബ് സീക്കേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് നൽകാൻ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ മിതമായ ഫീസിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ പൈസക്കാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് അമിതമായ ലാഭങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ ഒരു പുരോഗമനം മുന്നിൽ കണ്ടുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ സാറിനോട് പറയുകയുണ്ടായി. അതും എന്നെ ഒത്തിരി ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്ത ഒരു മോട്ടിവേഷൻ സ്പീക്കറെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു മോട്ടിവേഷൻ പോരാ. അപ്പൊ അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തത്. നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ചൊവ്വ, ബുധൻ, വ്യാഴം 2, 3, 4 തീയതികളിലായിട്ട് ഒരു 1.5-1.25 മണിക്കൂറുള്ള സെഷനായിട്ട് ഇത് ചാർട്ട് ഔട്ട് ചെയ്തത്. വൈകുന്നേരം 7:30 എന്ന് പറഞ്ഞ സമയം നിങ്ങളിൽ പലയിടത്തും ജോലി ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് കംഫർട്ടബിൾ ആയി ചായ ഒക്കെ കുടിച്ചൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം സ്ലോട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. എന്തായാലും ഒരുപാട് ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല. ഈ സ്മാർട്ട് ശ്രീ അക്കാഡമിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ ടെക്നിക്കൽ ടീമിനും എല്ലാം എന്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഏകദേശം 108ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ 108 പാർട്ടിസിപ്പൻസിനെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് ഒരു ജോബ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതില് ഞാനത് മോണ്ടിസോറി എന്നുള്ള ഒരു തലത്തിലേക്ക് മാത്രമായിട്ട് ഒതുക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഞാൻ പലയിടത്തും ഇങ്ങനെ പരീക്ഷാ പരിശീലനം, ഇന്റർവ്യൂ ട്രെയിനിങ്, പ്രസംഗ പരിശീലനം ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോകുമ്പോൾ പണ്ടത്തെ കാലത്ത് നിന്ന് നമ്മൾ കാണുന്ന വ്യത്യാസം, ഞാൻ 2010 സമയത്തൊക്കെ ഈ ട്രെയിനിങ് കൊടുത്ത പല സ്ഥാപനങ്ങളിൽ പിന്നീട് ചെല്ലുമ്പോൾ മാർക്കറ്റല്ല ഇപ്പോഴുള്ള ജോബ് മാർക്കറ്റ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും ഒരു ജോലി, അതിന്റെ ശമ്പളമോ അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യങ്ങളോ നോക്കിയിട്ടല്ല, നിങ്ങൾ പഠിച്ച കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിച്ചു പോകാനുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വസിക്കാം, സമാധാനിക്കാം. കാരണം ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ ആളുകളിൽ പലരും ജോലിയില്ലാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബിടെക്, എംടെക് പോലുള്ള നിങ്ങളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് സാർ. മോണ്ടിസോറി ടീച്ചർമാരും ഇല്ലേ കൂട്ടത്തിൽ? എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണോ പറയുന്നത്? HRM ആണ്. ഓക്കെ, നമുക്കത് കുഴപ്പമില്ല. ഞാനപ്പോ അത് മോണ്ടിസോറിയിലേക്ക് ഒതുക്കുന്നില്ല. നമുക്കൊരു ജനറൽ രീതിയിലേക്ക് മാറ്റാം. എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നതിൽ എന്തിനും തിരുത്തുണ്ടെങ്കിൽ പറയണേ. കാരണം ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കായിട്ട് 1-to-1 കമ്മ്യൂണിക്കേഷൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നോ ഇഷ്യൂസ്, നമുക്കത് അങ്ങനെ ചാർട്ട് ഔട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ പഠിച്ച ഒരു 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 എന്താ പറയുന്ന ആ ഒരു കോഴ്സിന് നിങ്ങളെ സർവൈവ് ചെയ്യാനുള്ള, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള കോഴ്സ് തന്നെയാണ്. അതിപ്പോ അതിന്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു വന്നത്, നമുക്കിപ്പോ ഒരുപാട് ഫോർമലായി സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത്ര ആളുകളെ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. അതിന്റെ പരമാവധി അത് സോൾവ് ചെയ്യാനുള്ള ഒരു സമയം നടത്തുന്നതുമാണ്. ഈ കഴിഞ്ഞ മാസമല്ല, ഈ കഴിഞ്ഞ വേനൽക്കാലത്ത്, കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജിൽ വെച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കഥ പറയാണ്. മഹാരാജാസ് കോളേജിൽ വെച്ച് ഒരു വലിയ ജോബ് ഫെയർ നടന്നു. അപ്പൊ ജോബ് ഫെയറിന്റെ ഓർഗനൈസർ എന്റെ കൂട്ടുകാരൻ ഒരു സാറായിരുന്നു. ഏതാണ്ട് 150ഓളം റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ അവിടെ വന്നു. അതോടൊപ്പം തന്നെ എന്റെ നാടായ കോതമംഗലം, ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പെരുമ്പാവൂരിനടുത്തുള്ള സ്ഥലമാണ് കോതമംഗലം. ഒരു 2 വർഷം മുമ്പ് അവിടെയും ഒരു വലിയ ജോബ് ഫെയർ നടന്നു. അപ്പൊ ഈ ജോബ് ഫെയറിൽ ഞാനും 1-2 കമ്പനികളുടെ പാനലിസ്റ്റ് ആയിട്ട് തന്നെ ക്ഷണിക്കുകയുണ്ടായി.
അപ്പൊ ഞാൻ അവിടെ പോയി ഇരുന്ന ഒരു മനുഷ്യനാണ്. 2 ദിവസം നീണ്ടു നിന്ന ഒരു മെഗാ ജോബ് ഫെയർ ആയിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ വരുന്ന ആളുകളുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലൂടെ കിട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനെ പറയാം. നിങ്ങൾ ജോബ് സീക്കേഴ്സ് ആയതുകൊണ്ട് ഞാൻ പറയാണ്. മഹാരാജാസ് കോളേജില് വന്ന ഒരു പ്രമുഖമായ വസ്ത്ര ബ്രാൻഡ്, അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അവർക്ക് വേണ്ടത് 150 നമ്പർ ഓഫ് ടൈലേഴ്സിനെയാണ്. അതായത് 150 തയ്യൽക്കാരെ, നന്നായി തയ്ക്കാൻ അറിയാവുന്ന 150 ആളുകളെ ആയിരുന്നു അവർക്ക് വേണ്ടത്. കഷ്ടമെന്ന് പറയട്ടെ, 20 പേരെ പോലും ആ ഇന്റർവ്യൂവിൽ നിന്ന് നന്നായി തയ്ക്കാൻ അറിയാവുന്ന 20 പേരെ പോലും എടുക്കാൻ. ഒരു സെക്കൻഡ്, നിങ്ങളുടെ കോർഡിനേറ്റർ വിളിക്കുന്നുണ്ട്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. നിങ്ങളുടെ അവിടുന്ന് വിളിച്ചതാണ്. HRM ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച കുട്ടികളെ ഇതിന്റെ കൂടെ ഉള്ളതെന്ന്. ഞാൻ മോണ്ടിസോറി എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. നെവർ മൈൻഡ്, ഏത് കോഴ്സാന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ ജോലിയെ പറ്റിയാണല്ലോ സംസാരിക്കേണ്ടത്. അപ്പോ ഈ മഹാരാജാസ് കോളേജിൽ നടന്ന ജോബ് ഫെയറിൽ ഞാൻ പറഞ്ഞ പോലെ 20 പേരെ പോലെ. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒന്നാണ്, ജോലി എന്ന് പറയുന്നത് തയ്യലാണ്. നമ്മുടെ നാട്ടിൽ ഒത്തിരി തയ്യൽക്കാരുണ്ട്. ഈ തയ്യൽ പഠിച്ചിട്ട് വീട്ടിലിരുന്ന് തയ്ക്കുന്നവരും പല ബൊട്ടീക്കുകളിൽ പോയി ചെയ്യുന്നവരും ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. തയ്യൽക്കാർക്ക് ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞ് ശമ്പളം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായത് 1,25,000 രൂപ മുതൽ 1,50,000 രൂപ വരെയാണ് ഒരു മാസം ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞ ശമ്പളം. അപ്പോ അത്രയും ശമ്പളമുള്ള, നിങ്ങളിൽ പലരും തയ്യൽ പഠിച്ച ആളുകളായിരിക്കും കേട്ടോ, ഞാൻ അതുകൊണ്ട് അതുകൂടി ചേർത്ത് വയ്ക്കുകയാണ് ഇതിന്റെ ഒപ്പം. 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു തയ്യൽ ജോലി നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ, നമ്മുടെ ഈ സാക്ഷര സുന്ദര നമ്പർ 1 കേരളത്തിൽ നിന്ന് 20 പേരെ പോലും ആ വസ്ത്ര ബ്രാൻഡിന് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സങ്കടം. ഇപ്പോഴും ഏതാണ്ട് 100ഓളം വേക്കൻസികൾ ആ വസ്ത്ര വ്യാപാര സ്ഥാപനത്തില് അല്ലെങ്കിൽ ആ ഒരു വലിയ ഇന്റർനാഷണൽ ബ്രാൻഡില് തയ്യൽക്കാർ എന്ന് പറയുന്ന ഒരു തസ്തിക ഒഴിഞ്ഞിടക്കാണ്. കോതമംഗലത്ത് ജോബ് ഫെയർ നടക്കുമ്പോൾ പ്രോഗ്രാമിംഗ്, പൈത്തൺ അതുപോലെ തന്നെ മറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ച ഒത്തിരി പേര് അവിടെ വന്നു. പലരോടും ഇന്റർവ്യൂ ബോർഡിൽ, ഞാൻ പേഴ്സണലി കമ്പ്യൂട്ടർ ആയിട്ട് വലിയ എനിക്ക് ടെക്നോളജി ഇഷ്ടമാണെങ്കിലും ഞാൻ സോഫ്റ്റ്വെയർ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ എന്റെ കൂടെ എന്റെ പാനലിസ്റ്റ് ആയിരുന്ന സോഫ്റ്റ്വെയർ വിദഗ്ധൻ ഒരു ചെറിയ പ്രോഗ്രാം, ആ പ്രോഗ്രാം ഒരു 10 മിനിറ്റ് റൺ ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതാൻ പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളുകൾ പോലും ഉണ്ടായിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് 13-14 പേരെ സ്ക്രീൻ ചെയ്തിട്ട് ഒരാൾക്ക് മാത്രമാണ് തെറ്റുകൂടാതെ ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റിയത് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ പറയുന്നത്, നിങ്ങൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചാലും നിങ്ങളുടെ സിലബസിൽ നിന്ന് പുറത്തു കടന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിനെ നിങ്ങൾ മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, സിലബസ് നന്നായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആ സിലബസിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് എന്താണോ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു സ്കില്ല്, ആ സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്യാത്തിടത്തോളം നിങ്ങൾ ജോബ് മാർക്കറ്റിൽ ഒരിക്കലും മുന്നിൽ വരില്ല. ഞാൻ ആദ്യം തന്നെ നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത്. കാരണം ഈ ക്ലാസ് എഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു തിരിച്ചറിവ് തന്നിട്ട്, നമ്മൾ വെറുതെ കുറെ മോഹന സ്വപ്നങ്ങളോ വാഗ്ദാനങ്ങളോ നമ്മൾ നൽകിയിട്ട് കാര്യമില്ല. അപ്പൊ ഇന്ന് തന്നെ ഞാൻ എറണാകുളത്ത് ഒരു പ്രോഗ്രാമുമായി പോയിട്ടുണ്ടായിരുന്നു. അവിടെയും നമ്മൾ കാണുന്ന കുട്ടികൾ എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വിലക്കയറ്റം അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പെരുപ്പം, നാണയ പെരുപ്പത്തിന് നമ്മൾ മണി ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ കറൻസി ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പോലെ കേരളത്തില് ഡിഗ്രി ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ PGO അല്ലെങ്കിൽ അതിനപ്പുറത്ത് PhDയോ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളോ ഒക്കെ ഉള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മളിങ്ങനെ വളരെ സ്മാർട്ടായി അടിക്കടി വെക്കുന്നുണ്ട്. പക്ഷെ ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മളെ ഉപജീവനത്തിനുള്ള, അല്ലെങ്കിൽ നമ്മളെ സ്വസ്ഥമായി സമാധാനമായി നമ്മളുടെ ലൈഫിന് ഒരു സെക്യൂരിറ്റി തരുന്ന, മാന്യമായ ഇൻകം തരുന്ന, ഏണിങ്സ് തരുന്ന ഒരു ജോബിലേക്ക് പലപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രധാന കാരണം നമ്മുടെ
കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഇൻഡസ്ട്രി റെഡി അല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ പ്രൊഫഷണലി എങ്ങനെയാണോ നമ്മൾ അതിനെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തയ്യല് പഠിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ ആ ഒരു വസ്ത്ര വ്യാപാര ബ്രാൻഡിന് വേണ്ട ക്വാളിറ്റിയിൽ ഒരു സാധനം നെയ്തെടുക്കാൻ, തയ്ച്ചെടുക്കാൻ നമ്മുടെ ആളുകൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും ആ 100ഓളം വേക്കൻസികൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. ജസ്റ്റ് ഏതെങ്കിലും ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഇതിന് മുമ്പ് പോയിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ കമന്റ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഏകദേശം 151ഓളം പേര് ഇപ്പൊ നമ്മുടെ ഗൂഗിൾ മീറ്റിലുണ്ട്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒക്കെ ഇന്റർവ്യൂവിന് ഓക്കെ കുറെ പേരുണ്ട്, 4-5 പേര് എനിക്കിപ്പോ ഓൺ സ്ക്രീൻ തന്നെ കാണാം. യെസ്, കുറെ പേര് യെസ് ഇട്ടിട്ടുണ്ട്, ചില പേര് ഹാൻഡ് റൈസ്. താങ്ക് യു. അപ്പൊ ഈ ഇന്റർവ്യൂ എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു വാക്ക് എന്താണ്? അതൊന്ന് ടൈപ്പ് ചെയ്തിടുകയാണെങ്കിൽ എനിക്ക് എളുപ്പമാണ്. ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ ഞാനിത് ശരിക്കും ഇത് നമ്മൾ ഓഫ്ലൈൻ സെഷൻ ചെയ്താലാണ് ഇത് എഫക്റ്റീവ് ആവുള്ളൂ. ഞാൻ ഈ ആളുകൾക്കിടയിലൂടെ ഒരു വയർലെസ് മൈക്കും പിടിച്ച് ഓടി നടന്ന് ക്ലാസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അതിന് നിവൃത്തിയില്ല, കാരണം നിങ്ങൾ നാനാഭാഗത്തിരിക്കുന്ന ആളുകളായതുകൊണ്ടാണ്. ഇന്റർവ്യൂ എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വാക്ക് എന്താണ് എന്നൊന്ന് പറയാമോ? എനിക്ക് കുറെ പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ SSR പിന്നെ ചിലർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ എന്ന് നിങ്ങൾക്ക് ഓക്കെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അത് ഞാൻ സമ്മതിച്ചു. ഇൻട്രൊഡക്ഷൻ പിന്നെ അതല്ലാതെ നാളെ നിങ്ങൾക്കൊരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, നൈസ് കമന്റ്. നാളെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അതൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇന്റർവ്യൂ ആണ്. ഞാൻ പഠിച്ച HRM കോഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇപ്പൊ ഒരു വലിയ ഹോസ്പിറ്റൽ ചെയിൻ, ഇപ്പൊ കേരളത്തിലെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അമേരിക്കയിലെയും ജർമ്മനിയിലും ഒക്കെ വലിയ ബ്രാൻഡുകൾ ഏറ്റെടുത്ത ഒരു വാർത്ത നമ്മൾ കണ്ടു. അത് നമ്മുടെ ഒരാള് പറഞ്ഞത് എനിക്ക് സ്കിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതൊക്കെ ശരിയാണ്. അതിനു മുമ്പ് ദീപ്തി സജി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത് ടെൻഷൻ എന്ന് പറഞ്ഞൊരു വാക്കിനെ പറ്റി പറഞ്ഞു. നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷന് മുമ്പ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന് മുമ്പ് കാർത്തിക പറയുന്നു ഓൾറെഡി ഉണ്ട്, ടെൻഷൻ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ ആ ഒരു വാക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ കോൺഫിഡൻസ്, തീർച്ചയായിട്ടും റിജൂസ് പറഞ്ഞ ആ ഒരു വാക്ക് കോൺഫിഡൻസിലേക്ക് നമുക്ക് വരാം. ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് ടെൻഷനാണ് പലപ്പോഴും നമ്മളെ ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ, അയ്യോ നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ മറ്റന്നാൾ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ട്, മാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ പോകണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ടെൻഷൻ എന്ന് പറയുന്ന വാക്ക്, ഫിയർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇന്റർവ്യൂവിന്റെ പര്യായമായിട്ട് പലപ്പോഴും മാറാറുണ്ട്. ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പേടിയാണെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളെ പേടിപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളെല്ലാവരും കോഴ്സ് പാസ്സായ ആളുകളാണ്. പ്രൊഫഷണലി എങ്ങനെ ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യണം, അപ്പൊ അതിന് പറയുന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രൊഫഷണലി കോഴ്സ് കഴിഞ്ഞ ആളുകളാണ്. റിജക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ച് തീർച്ചയായിട്ടും നല്ല കമന്റ് ആണ്. പ്രാക്ടീസ് ചെയ്യുന്നില്ല, അറിയുന്ന ആൻസർ ചോദിക്കുമ്പോൾ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, പറയുന്നത് കറക്റ്റ് ആകുമോ എന്നുള്ള പേടി, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രശ്നം, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുമോ, ഓക്കെ, ഇതെല്ലാം ഉണ്ട്. അപ്പോ നമ്മൾ ഈ ആദ്യം നമ്മൾ എക്സ്പീരിയൻസ്, ഫ്ലുവൻസി, ഇതെല്ലാം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കോൺഫിഡൻസ് കുറവ്, ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ആളുകളെയാണ് എനിക്കിഷ്ടം. എങ്കിലാണ് നമുക്ക് അതിന്റെ ഓരോ ന്യൂക്ക് ആൻഡ് കോർണർ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് ആൻസേഴ്സ് കറക്റ്റ് ആകുമോ എന്നുള്ള പേടി, ഇതൊക്കെ ശരിയാണ്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നു, രോഗപ്രശസ്തനായിട്ടുള്ള ഒരു അല്ല, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലോ പ്രോസസ്സിലേക്ക് പോകണ്ട. ഞാൻ തന്നെ പല ക്ലാസ്സിലും പോയ അനുഭവം വെച്ച് ഞാൻ പറയാണ്. പലപ്പോഴും ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, എവ്രിതിങ് യു ഡിസേർവ് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ഫിയർ. എവ്രിതിങ് യു ഡിസേർവ് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ഫിയർ. നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന, ഇത് വെറുതെ ചുമ്മാ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പ്രിപ്പയർനെസ് പ്രോഗ്രാമിൽ പറയുന്ന ഒരു വെറും വർത്തമാനമായിട്ട് നിങ്ങൾ കൂട്ടണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന കാര്യം എന്താണോ, തീർച്ചയായിട്ടും അത് ആ ഫിയർ എന്ന് പറയുന്ന ആ ഒരു ബാരിയറിന്റെ, ആ ഒരു കർട്ടനിന്റെ, ആ ഒരു ഡോറിന്റെ അപ്പുറത്തുണ്ട്. പേടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിച്ച ഒരു സമയത്തെ പറ്റി നിങ്ങൾ ഓർത്തു നോക്കിയാൽ മതി. നിങ്ങൾ പലരും സ്കൂട്ടർ ഓടിക്കുന്ന ആളുകളായിരിക്കും. സ്കൂട്ടർ ആദ്യമേ തന്നെ നമ്മൾ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചല്ല പഠിച്ചത്. പലതവണ നമ്മൾ വീണിട്ടുണ്ടാവും. സൈക്കിൾ ചവിട്ടാൻ പഠിച്ചപ്പോൾ നമ്മൾ ഒത്തിരി തവണ വീണിട്ടുണ്ടാവും. നീന്താൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുന്ന സമയത്തും ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി കടമകൾ കടന്നിട്ടാണ് നിങ്ങൾ നീന്തൽ പഠിച്ചത്. ഇപ്പൊ നിങ്ങൾ എത്ര
സ്മൂത്ത് ആയിട്ടാണ് നിങ്ങൾ സ്കൂട്ടറുകൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ കാർ ഓടിക്കുന്നത്, അല്ലെങ്കിൽ സമർത്ഥമായി നിങ്ങൾ നീന്തുന്നത്, നമ്മൾ നടക്കാൻ പഠിക്കുന്ന, നമ്മൾ വീട്ടിൽ നിങ്ങൾ പലരും മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, കുട്ടികളുണ്ടാവും. നിങ്ങളുടെ കുഞ്ഞു കുട്ടികളുടെ തന്നെ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? കുഞ്ഞു കുട്ടികൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം ഇവർ കമിഴ്ന്ന് കിടക്കും. ഞാൻ നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. പലരുടെയും കുട്ടികൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടാവും, നോക്കിയാൽ മതി. ഈ കമന്ന് കിടക്കുന്ന കുട്ടികൾ ആദ്യം കമന്ന് കിടന്നിട്ട് ഇവരിങ്ങനെ നീന്തിയിട്ട് ഏതെങ്കിലും ഒരു ഫർണിച്ചറിന്റെ കാലിൽ, മിക്കവാറും വീട്ടിലെ ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ കസേരയോ സെറ്റിയോ വല്ലതും ആയിരിക്കും, ഇതിന്റെ കാലിൽ പോയിട്ട് ഇവരിങ്ങനെ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തും. ആ ശ്രമം നടത്തുന്ന സമയത്ത് ഇവരുടെ കാലുകൾക്ക് ബലമായിട്ടില്ല. ഞാനും നിങ്ങളും ഒക്കെ ചെറുപ്പം ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ തൂണില് അല്ലെങ്കിൽ ആ ഒരു ഭിത്തിയില് അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിളിന്റെ ആ ഒരു ലെഗില് അല്ലെങ്കിൽ ചെയറിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിന്ന സമയത്തും നമുക്ക് അടുത്ത കാല് വയ്ക്കാം, പിച്ച വയ്ക്കാനുള്ള ഒരു ബലം നമ്മുടെ കാലുകൾക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ കുഞ്ഞു കുട്ടിയുടെ കാലിന് വന്നിട്ടില്ല. ആ സമയത്ത് അങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്ന ഭാവം, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ കണ്ണിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഭാവമാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ചില ഭാവങ്ങൾ ഞാൻ പറയും. പല ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്, അതില് സ്നേഹമുണ്ട്, അരിശമുണ്ട്, ദേഷ്യമുണ്ട്, പേടിയുണ്ട്, ഞാൻ കാല് വെച്ചാൽ ഞാൻ വീഴോ എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ ഒരുപാട് വികാരങ്ങളുടെ, ഒരു കുഞ്ഞു കുട്ടിയുടെ കണ്ണിൽ ഏറ്റവും സുന്ദരമായ ഭാവങ്ങൾ കാണാൻ കഴിയുന്ന ഒരു സമയമാണ് അങ്ങനെ ആ ഡൈനിങ് ടേബിളിന്റെ ഒരു കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ സമയത്ത് നമ്മളോട് ടുട്ടുമോനെ അല്ലെങ്കിൽ അമ്മുകുട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കൈ അങ്ങ് നീട്ടി കൊടുത്താൽ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി നമ്മളോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി വർത്തമാനം പറഞ്ഞ് ചിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ. നമുക്ക് ഇതെല്ലാം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് ഈ ഡൈനിങ് ടേബിളിലെ പിടുത്തം വിട്ടിട്ട് അല്ലെങ്കിൽ ഈ കസേരയിലുള്ള പിടുത്തം വിട്ടിട്ട് നമുക്ക് ഒരു 100 മീറ്റർ റേസ് ഓടിയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ നമ്മുടെ കാലുകൾ ഉറക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് നമുക്കൊരാള് കൈ പിടിച്ച് തന്നിട്ട് നീ ധൈര്യമായി ഇങ്ങോട്ട് പോരെ, നിനക്ക് ഒന്നും സംഭവിക്കാനില്ല, നഷ്ടപ്പെടാൻ നിനക്ക് ഒന്നുമില്ല, നീ എന്തായാലും നടന്ന് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നീ എന്തായാലും ഈ ഇന്റർവ്യൂ ഫേസ് ചെയ്തേ പറ്റൂ എന്നൊരു കോൺഫിഡൻസോടുകൂടി യു ക്യാൻ, ട്രൂലി യു ക്യാൻ, യു വിൽ സക്സീഡ് എന്ന് പറഞ്ഞ് ഒരാള് നമ്മളെ കൈ പിടിച്ച് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് ആ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ട് നമ്മൾ കടന്നുപോയി. ഞാൻ പറയുന്നു, അങ്ങനെ കൂട്ടുവരേണ്ട ഒരാളെന്ന് പറയുന്നത് നിങ്ങളുടെ സ്മാർട്ട് ശ്രീയിലെ ആരുമല്ല, എന്നെ പോലുള്ള ട്രെയിനർമാരല്ല, മറ്റാരുമല്ല, നിങ്ങളുടെ മൈൻഡ് തന്നെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസാക്ഷി, നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളെ ആ ഒരു കടമ്പ കടക്കാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ടത്. വേറെ ഒരു മനുഷ്യനും ലോകത്തില് എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും, ഞാൻ +2 പഠിക്കുന്ന സമയം മുതലേ ഇങ്ങനെ പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു മനുഷ്യനാണ്. കുറെ സ്ഥലത്ത് പോയി ഞാൻ പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ മികച്ച ഒരുപാട് ട്രെയിനർമാരുടെ ക്ലാസ്സിൽ നിങ്ങളിപ്പോ ഈ ക്ലാസ് കേൾക്കുന്ന പോലെ ഞാൻ കയറി ഇരുന്നിട്ടുണ്ട്. അന്ന് ഓൺലൈൻ ഇല്ല, ഓഫ്ലൈൻ സെഷനാണ്. ഈ കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും റെസിഡൻഷ്യൽ പ്രോഗ്രാമിന്റെ ട്രെയിനിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രെയിനിങ് അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, ഇതിന് നമ്മളെ പുഷ് ചെയ്യാവുന്നതിന് ഒരു പരിധിയുണ്ട്. കൂടി വന്നാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്ന ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, വേണ്ട 15 ദിവസം, ഇത്രയൊക്കെ അതിന്റെ ഒരു എനർജി ഉണ്ടാവുള്ളൂ. കാരണം ഇതിപ്പോ ഓൺലൈൻ ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് അതിലും കുറയും. ഇപ്പൊ നിങ്ങളെല്ലാവരും ഇതിനകത്ത് ആക്റ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല, ചിലർ ഓണാക്കി വെച്ചിട്ട് പോയിട്ടുള്ളവരുണ്ടാവും. എത്രയൊക്കെ ഇനിയിപ്പോ ഏറ്റവും വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനർ വന്നെന്ന് പറഞ്ഞാലും കൂടി വന്ന ഒരു 10 ദിവസം അതിന്റെ ഒരു ഓളത്തിൽ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. 11ാമത്തെ ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസം നമ്മൾ തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ പ്രിപ്പയർനെസിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇത് നിരന്തരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിരന്തരമായി എല്ലാ ദിവസവും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ റിമൈൻഡ് ചെയ്യാണ്, മോട്ടിവേഷൻ ട്രൂലി ഫെയ്ഡ്സ് ആൻഡ് വാട്ട് സ്റ്റേസ് വിൽ ബി ഡിസിപ്ലിൻ. എത്രയൊക്കെ മോട്ടിവേഷൻ നമ്മൾ പുറമേ നിന്ന് തള്ളി തന്നാലും അതിനൊരു പരിധിയുണ്ട്. നിങ്ങളുടെ മനസ്സ് തന്നെ ആ പേടിയെ മറികടന്ന് ഇതിനെ എംബ്രേസ് ചെയ്ത് അതിനെ നമ്മൾ നേരിട്ട് കൂട്ടിയിടിക്കുക എന്ന് പറയും വണ്ടികൾ. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഹെഡ് ഓൺ പൊല്യൂഷൻ എന്നാണ്. അതായത് നേർക്കുനേർ അപകടങ്ങൾ ഉണ്ടാകുന്നത് വാഹനങ്ങൾ നേർക്കുനേർ ഇടിക്കുമ്പോഴാണ്. ഞാൻ പറയുന്ന പേടി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ, ആ ഒരു സംഭവത്തെ
നിങ്ങൾ നേർക്ക് നേർ കണ്ട് ഇടിച്ച് അതിന്റെ ആ പേടി മാറാതെ ഒരു കാരണവശാലും ആ ഒരു ഭയത്തിന്റെ ഒരു കാര്യം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ടെൻഷൻ എന്ന് പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ ഭയം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. മറ്റാരും വന്ന് നിങ്ങളെ പുഷ് ചെയ്യാനില്ല. ഇതൊക്കെ അതിനുള്ള ട്രെയിലറുകൾ മാത്രമാണ്. സിനിമയിൽ അഭിനയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഡയറക്റ്റ് ചെയ്യാൻ ഇന്റർവ്യൂ ബോർഡ് ഉണ്ടാവും. അതിൽ എങ്ങനെ അഭിനയിക്കണം, എത്ര കോടി കളക്ഷൻ നേടണം എന്നുള്ളത് ട്രൂലി യുവർ ചോയ്സ് ആണ്. അതുകൊണ്ട് പ്രാഥമികമായി അത് ചിന്തിച്ചിരിക്കുക. നമ്മൾ അടുത്ത 3 ദിവസം പറയാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിരിക്കുക. അതിനുശേഷം ഐക്കോൺ എന്നതിന് പകരം നമ്മൾ ഐക്യാൻ എന്ന വേർഡ് യൂസ് ചെയ്യണം. റിദ ആൻഡ് റിഫ നല്ല സജഷൻ ആണ്. അത് പല ക്ലാസ്സുകളിൽ ഞാൻ പറയാനുള്ളതാണ്. പിന്നെ ഇത് ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ക്ലാസ്സിൽ ഞാൻ മോട്ടിവേഷൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോട്ടിവേഷൻ ക്ലാസ് ആയി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ആദ്യമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സത്യസന്ധത കാണിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോയിട്ട് സക്സസ്ഫുൾ ആയി ഇപ്പോ പ്ലേസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അതായത് നിങ്ങൾ എല്ലാവരും ജോബ് സീക്കേഴ്സ് ആണ്. ഇപ്പൊ ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോയിട്ട് അത് ഇപ്പൊ കുറെ പേര് ടെൻഷൻ പേടിയെന്ന് പറഞ്ഞു. ഇനി ഇതൊക്കെ ആയി പോയിട്ടും ആ ഇന്റർവ്യൂ കടന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു കമന്റ് ഇടോ അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വേറൊരു കാര്യം കൂടി എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ചെയ്താൽ കൊള്ളായിരുന്നു. ആരും തന്നെ ഇല്ല എന്ന് തോന്നുന്നു. ഒരാളുണ്ട്, ഷെൽവി സാബു പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യ രവീന്ദ്രൻ എസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടുത്ത ചോദ്യം ഇതാണ്, ഈ ഇന്റർവ്യൂലൊക്കെ നിങ്ങൾക്ക് മേഘ വിനീത് എസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ ഈ എസ് കമന്റ് ഇട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്. നവ്യ പ്രദീപ് പറഞ്ഞിട്ടുണ്ട്, എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലേസ്ഡ് ആയിരുന്നു, ഇപ്പൊ ഇല്ല സർ ശ്രീലേഖ. ഓക്കെ, നിങ്ങൾ ആ ഇന്റർവ്യൂല് നിങ്ങളുടെ 100% നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 3-4 പേര് പറഞ്ഞില്ലേ 100% നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്റേൺഷിപ്പിന് കയറി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, മേഘ പറഞ്ഞിട്ടുണ്ടേനോ, നവ്യ പറഞ്ഞിട്ടുണ്ടേനോ? അപ്പൊ അതാണ്. അപ്പൊ എല്ലാവരും 1-2 ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി മികച്ചതാക്കാമായിരുന്നു. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് തോന്നിയ പോലെ ശ്രീലേഖനോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും എല്ലാ ഇന്റർവ്യൂ പ്രിപ്പയർനെസ് ക്ലാസ്സിലും ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐശ്വര്യ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഈ ഒരു ആത്മാർത്ഥത, ഈ സത്യസന്ധതയെ ഞാൻ എപ്പോഴും ഐ ഓൾവേസ് അപ്രീഷിയേറ്റ് ദാറ്റ് സിൻസിറിറ്റി ഓഫ് ദ മൈൻഡ്. കാരണം ഇത് തുറന്ന് സംസാരിച്ചാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായി ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതിനർത്ഥം നിങ്ങളുടെ സിലബസ് മാത്രമാണ് നിങ്ങളെ ഇത്രയും കാലം മുന്നോട്ട് നയിച്ചത്. സിലബസിന് പുറത്തുള്ള, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള കുറെ സോഫ്റ്റ് സ്കിൽ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ നിങ്ങളെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും എന്റെ ആൻസേഴ്സും സ്പീഡിലായിരുന്നു. അതെ, ഓക്കെ. അതൊരു നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. നമ്മളെ ഉരുളക്കുപ്പേര് പോലെ നമ്മൾ മറുപടി പറഞ്ഞു എന്നും കൂട്ടാം, അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ പേസിൽ എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല എന്നുള്ളതും കൂട്ടാം. എന്തായാലും അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു അനുഭവം ആദ്യം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം ഞാൻ ചോദിച്ചതാണ്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാനിപ്പോ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ ഒരുപാട് സമയം നമ്മളിങ്ങനെ ഇൻട്രൊഡക്ഷനിലേക്ക് ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ 1-2 കാര്യങ്ങൾ ഇതിലേക്ക് അടുത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാ ഇന്റർവ്യൂവിനും ഒരു ഇനിഷ്യൽ സ്ക്രീനിങ് കോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. അതായത് ഈ ഇന്റർവ്യൂവിനെ പറ്റി ഇപ്പൊ നിങ്ങൾ സാധാരണ എങ്ങനെയാ അറിയുക? സാധാരണ പത്രങ്ങളിൽ വരാറുണ്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇപ്പൊ വെബ്സൈറ്റ് ഒന്നും ആരും നോക്കാറില്ല, വാട്സാപ്പ് ഉള്ളതുകൊണ്ട്. വാട്സാപ്പ് തന്നെ സർവകലാശാല ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിലാണ് ഇതില് ആദ്യം ഈ സാധനം വരിക. ഈവൻ പത്രത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ സോഷ്യൽ മീഡിയയിലാണ് വരിക. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ളത്, നെവർ മിസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് പോകാം. നെവർ മിസ് ആൻ ഓപ്പർച്യൂണിറ്റി. കാരണം നമ്മളുടെ ഭാഗ്യം ഇരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു ജോബ് സീക്കർ ആണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിങ്ങൾ പല ഗ്രൂപ്പുകളിലും നിങ്ങൾ മെമ്പർമാരായിരിക്കും. അതിൽ അധികവും 99% വരുന്നത് അനാവശ്യമായ കാര്യങ്ങളുമായിരിക്കും. പ്രത്യേകിച്ച് ഇലക്ഷന്റെ കാലത്ത് നോയ്സ് എന്ന് പറയുന്ന ഒച്ചപ്പാടും ബഹളവും അല്ലാതെ ഞാൻ തന്നെ 10-40 ഗ്രൂപ്പിലെ മെമ്പറാണ്. ഈ 40 ഗ്രൂപ്പിലും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഗ്രൂപ്പുകളിൽ നമുക്കറിയാം, ഒരു ഇമ്പോർട്ടന്റ് സാധനം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കൊടുത്ത് തമാശ പോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമാ കഥ റിലീസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോ നിങ്ങൾ വിജിലന്റ് ആയി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
അതിന് നിങ്ങളെ സഹായിക്കുന്ന രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഇത് ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ പലരും. ഒന്ന്, തൊഴിൽ വീതി, തൊഴിൽ വാർത്ത പോലുള്ള കോമ്പറ്റീഷൻ ജേണൽസോ അല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന PSC ബുള്ളറ്റിൻ, എംപ്ലോയ്മെന്റ് ന്യൂസ്, ഞാൻ ആദ്യം പറഞ്ഞ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതുപോലുള്ള സാധനങ്ങൾ സ്ഥിരമായി വായിക്കുന്ന കുറെ ആളുകളുണ്ടാവും. ആപ്പിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതൊരു കൺവെൻഷണൽ രീതിയാണ്. കൺവെൻഷണൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ നാടിനടുത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ഈ കഥകൾ ഇടയ്ക്ക് പറയുന്നത് നിങ്ങൾ ബോറടിക്കാതെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ്. അതായത് ബോറടിപ്പിക്കാന്ന് വിചാരിക്കരുത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്വിസ് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഈ ക്വിസ് മാസ്റ്റർ ആയിട്ട് പലയിടത്തും പോകും. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ക്വിസ് മാസ്റ്റർ ആയിട്ട് പലയിടത്തും ക്വിസ് നടത്താൻ പോകും. അപ്പൊ ക്വിസ് മാസ്റ്റർ ആവണമെങ്കിൽ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഹാപ്പൻസ് അറൌണ്ട് us, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഹൂസ് കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കണമല്ലോ. ഞാൻ എന്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ അന്ന് ഏറ്റവും പ്രായം കുറവ് എനിക്കാണ്. ഞാൻ 6ലോ 7ലോ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ വൈകുന്നേരം PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ചേട്ടന്മാരുണ്ട്, അല്ലെങ്കിൽ ചേച്ചിമാരുണ്ട്. ഇവരെല്ലാവരെയും ഞാൻ വിളിച്ചിരുത്തിയിട്ട് ലൈബ്രറിയുടെ മുറ്റത്ത് ഇതുപോലുള്ള ഡിസംബറിലെ നല്ല സുന്ദരമായ തണുപ്പുള്ള രാത്രിയില്, ആലുവ മൂന്നാർ റോഡിന്റെ സൈഡിലാണ് ആ ലൈബ്രറി. ഇപ്പൊ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നു, അതുകൊണ്ട് അത്ര ഭംഗിയില്ല. പണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നുമില്ല, റോഡാണ് നമ്മൾ കാണുന്നത്. ഈ റോഡിന്റെ സൈഡിലുള്ള ലൈബ്രറിയുടെ മുറ്റത്ത് ഞങ്ങളൊരു 10-15 പേര്, ഞാൻ സെന്ററിൽ ഇരിക്കും, ഈ 15 പേര് ചുറ്റും ഇരുത്തിയിട്ട് ഞാൻ ഇവിടേക്ക് ക്വിസ് നടത്തും. ക്വിസ് നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സോഷ്യൽ മീഡിയ ഇത്രയില്ല, വിക്കിപീഡിയ ഒക്കെ വരുന്ന കാലഘട്ടമാണ്. അന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പോലുള്ള, മൈക്രോസോഫ്റ്റ് എൻകാർട്ട പോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അന്ന് ഇന്റർനെറ്റും ഇല്ല, എന്റെ വീട്ടിലൊന്നും ഇന്റർനെറ്റ് ഇല്ല, മൊബൈൽ ഡേറ്റ ഇല്ല, അങ്ങനത്തെ ഒന്നും സംഭവങ്ങളും ഇല്ല. മൊബൈലൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ന് ആ ഇരുന്ന 15-16 പേരും ഇന്ന് PSC വഴി ജോലി കിട്ടി കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അതെനിക്ക് ഒത്തിരി ആത്മാർത്ഥതയുണ്ട്, ഒത്തിരി ചാരിതാർത്ഥ്യമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക്, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് അത്രയും വലിയ, എന്നേക്കാൾ മുതിർന്ന, അന്ന് 20-25 വയസ്സ് പ്രായമുള്ള ചേട്ടന്മാരോടും ചേച്ചിമാരോടും സംസാരിക്കാൻ പറ്റി എന്നുള്ളതും, ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്ത കുറെ ടോപ്പിക്കുകൾ ഇവരുടെ പരീക്ഷയ്ക്ക് അതേപടി ചോദിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യം. ഞാനത് പറയാൻ കാരണം, ഈ 15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അന്ന് വാട്സാപ്പ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, ഒരു സാധനം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അവരാദ്യം ചെയ്യുന്ന പണി, അവര് പ്രൊഫഷണലി ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് 15 പേര് ലൈബ്രറിയിൽ വന്നിട്ട് ആദ്യം തന്നെ ഇവര് അതാത് ആഴ്ചത്തെ എംപ്ലോയ്മെന്റ് ന്യൂസ് അവിടെ വരുന്നുണ്ട്, PSC ബുള്ളറ്റിൻ വരുന്നുണ്ട്, തൊഴിൽ വാർത്ത വരുന്നുണ്ട്, തൊഴിൽ വീതി വരുന്നുണ്ട്. ഈ 4 സാധനങ്ങളാണെന്ന് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവര് അരിച്ചു പറക്കിയിട്ട് എവിടെയാണോ ഒരു വേക്കൻസി, അതിപ്പോ ഞാൻ നോക്കുമ്പോൾ ഞാൻ പഠിച്ച മേഖലയിലായിരിക്കില്ല, മറ്റൊരാളുടെ മേഖലയിലായിരിക്കും, അതിനെ കൃത്യമായി അവര് നോട്ട് ഡൗൺ ചെയ്ത്, ഒരാൾ അന്നത്തെ ദിവസം ആ ക്ലാസ്സിന് വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം വരുമ്പോൾ, അന്ന് ഫോൺ അധികം ഉപയോഗിക്കാത്ത സമയമാണ്, അത് നോക്കിയിരുന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് സൗകര്യം കൂടിപ്പോയിട്ടാണ്. നമ്മളിങ്ങനെ എൻലെസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ ഇന്ത്യയുടെ ആപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എൻട്രി പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. ഞാനിപ്പോ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എല്ലാ ആപ്പുകളും നല്ലത് തന്നെയാണ്. ഒരുപാട് ഇയർ ബുക്കുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും, ഒത്തിരി ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും, 5 പൈസ ചെലവില്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ അറിയാതെ അതായത് പണ്ട് ഈ ഇത്രയും ഡിസ്ട്രാക്ഷൻ നമുക്കില്ലാത്ത കാരണം നമ്മൾ ഈ സാധനം അറിയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇപ്പോ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ടായിട്ടും പലപ്പോഴും നമ്മൾ ഈ സാധനങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് പറയാനുള്ള ഒരു കാര്യം, ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഏത് വാതിലിൽ ആണ് തുറക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് വാതിലാണ് നമ്മൾ മുട്ടേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. വാട്സാപ്പിൽ നമുക്ക് കണക്കിന് ചാറ്റ്സ് ഉണ്ടാവും. ആ ചാറ്റ്സിനിടയിൽ നിന്ന്, ഞാൻ വാട്സാപ്പിൽ നിന്ന് കൃത്യമായി എടുത്തു പറയാൻ കാരണം, പല കാര്യങ്ങളും ഞാനും നിങ്ങളും ഒക്കെ അറിയുന്നത് ആദ്യം വാട്സാപ്പിലൂടെയാണ്. ഇനി അറാട്ടെ മെസ്സഞ്ചർ ഉണ്ട്, സിഗ്നൽ ആപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നവരുണ്ട്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലായാലും ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഫേസ്ബുക്കിൽ വളരെ സീരിയസ് ആയിട്ട് ജോബ് പ്രിപ്പറേഷന് വേണ്ടി PSCയുടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ജോബ് ഓപ്പണിങ്സിനെയോ പേജുകൾ ഫോളോ ചെയ്യുന്നവരാരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ജസ്റ്റ് ഒന്ന് ഒരു തംസപ്പ് എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ഒരാൾ നോ പറഞ്ഞിട്ടുണ്ട്. ആവണി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നവ്യ പറഞ്ഞിട്ടുണ്ട് നോ. ഫേസ്ബുക്കിൽ ഒത്തിരി സാധനങ്ങൾ, നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് അടിച്ചു വിടുകയോ ആ പേജ്, അല്ലെങ്കിൽ ഒന്ന് ഫോളോ ബട്ടൺ. കുറെ പേര് എസ് പറഞ്ഞിട്ടുണ്ട്, അഞ്ജലി കൃഷ്ണപ്രിയ ഒത്തിരി പേര് എസ് പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് തംസപ്പ് ഇട്ടിട്ടുണ്ട്.
അത് എന്താ ഗുണം എന്നറിയോ? നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ലൈക്ക് അടിച്ചോ ഫോളോ ചെയ്തോ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫീഡിൽ നമ്മുടെ ഈ അൽഗോരിതമാണല്ലോ നമ്മളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഒത്തിരി പേര് താങ്ക് യു, ഒരുപാട് പേര് തന്നിട്ടുണ്ട്, തംസപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ സിനിമ ന്യൂസ് കാണുന്നതും അല്ലെങ്കിൽ ഗോസിപ്പുകളുടെ പുറകെ പോകുന്നതും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ സത്യസന്ധതയെ ഞാൻ മാനിക്കുന്നുണ്ടോ? കാരണം കുറെ പേര് തമസപ്പെടുന്നുണ്ട്, അതിനിടയ്ക്ക് കുറച്ച് പേര് നോ പറയുന്നുണ്ട്. ആ ഒരു സത്യസന്ധതയാണ് നമ്മളെ തീർച്ചയായിട്ടും വൻ വിജയങ്ങളിലേക്ക് എത്തിക്കുന്ന യാതൊരു സംശയമില്ല. അപ്പോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. കാരണം 2 GB ഡാറ്റ നമ്മൾ എങ്ങനെ തീരുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആപ്പിലൂടെ അപ്ലൈ ചെയ്യാം ജോബിന്. ഓക്കെ, അതൊരു നല്ല ഇൻഫർമേഷൻ ആണ്, ഇന്ത്യയുടെ ആപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഈ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എൻലെസ്ലി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ഇത് ഉറക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകിൽ ആ പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ ജോബ് സീക്കേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ്. LINKEDIN. ചിലർ നോ പറയുന്നുണ്ട്, ചിലർ എസ് പറയുന്നുണ്ട്. ഈ ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട്, എസ് പറഞ്ഞ എല്ലാവരും തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന, അത് ജോബ് സീക്കേഴ്സിന്റെ ഒരു ബൈബിൾ ആയിട്ടാണ് ഇപ്പോൾ ആപ്പ് കരുതപ്പെടുന്നത്. ലിങ്ക്ഡിനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കുള്ള വിളി, നമുക്കുള്ള ഭക്ഷണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ലിങ്ക്ഡിനിൽ നിങ്ങൾ ഇന്റർവ്യൂ കോൾസ് ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഈ ലിങ്ക്ഡിനിൽ നിങ്ങൾ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ വൃത്തിയായിട്ടുള്ള, പണ്ട് നമ്മൾ DTP സെന്ററിൽ പോയിട്ട് CV നമ്മൾ പ്രിപ്പയർ ചെയ്യും. CV പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളത് പ്രിന്റ് ഔട്ട് എടുത്ത് നല്ലവണ്ണം നല്ല സർട്ടിഫിക്കറ്റിന്റെ നല്ല വില കൂടിയ ഫയലിലൊക്കെ നമ്മൾ CV ഇങ്ങനെ ഫോട്ടോ ആയി കൊണ്ടിട്ട് നമ്മൾ സൈനൊക്കെ ചെയ്ത് ആര് ചോദിച്ചാലും കൊടുക്കാൻ പാകത്തിന് 5-10 കോപ്പി നമ്മൾ റെഡിയാക്കി വെക്കുമായിരുന്നു. അതിന് പകരം നമ്മൾ ഡിജിറ്റൽ ഫുട് പ്രിന്റ് എന്ന് പറയുന്നതാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ആ ലിങ്ക്ഡിനിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. കാരണം ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ അത്രമേൽ ഒരുപാട് ജോബിന്റെ ഓപ്പണിങ്സും അതുപോലെ തന്നെ പിന്നെയുണ്ട് ഒത്തിരി കരിയർ ഗുരു പോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ലിങ്ക്ഡിന്റെ താഴെ വരുന്നത്. ലിങ്ക്ഡിനിൽ ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം ഒത്തിരി പേർ, എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് ലിങ്ക്ഡിൻ വഴി നല്ല പ്രൊഫൈലുള്ള, നല്ല സാലറി ഉള്ള ജോലികൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല, പ്രിന്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സൗണ്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരോ സൗണ്ട് ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് പറയണേ. കേൾക്കുന്നില്ല. ഞാനൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടാണ് മ്യൂട്ട് ചെയ്ത്. ഇപ്പോ കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. താങ്ക് യു. ഇപ്പൊ ഓക്കെ നെറ്റിട്ടുണ്ട്. ശരി. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ അങ്ങനെ ഇരുന്ന് പോകുന്നുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലിങ്ക്ഡിൻ അറിയാത്തവർക്കായിട്ട് ഒരിക്കൽ കൂടി പറയാണ്, ആ സംഭവം നിങ്ങളൊന്ന് കൃത്യമായിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, എത്ര പേര് പ്രോപ്പറായിട്ട് ഒരു CV ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ഒരു പ്രാരംഭഘട്ടത്തിലെ കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഇന്റർവ്യൂവിൽ അങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് നാളെയും മറ്റന്നാളിട്ട് പറയാം. എത്ര പേർക്ക് CV എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താന്ന് അറിയാവുന്ന എത്ര പേര് കൂടുതലുണ്ട്? ഇപ്പൊ ആരും ഗൂഗിൾ ചെയ്യാൻ പോകണ്ട. CV നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, CV. എന്റെ CV ഇതാണ്, CV ഇതാണ്. എന്താണ് CV എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം അറിയാവുന്ന എത്ര പേര് കൂടുതൽ? പലരും കരിക്കുലം വിറ്റ എന്ന് എഴുതിയിട്ടുണ്ട്, കരിക്കുലം വിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് അവരോടെല്ലാം പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി കറക്റ്റ് ആണ്, നിങ്ങൾക്ക് സംഭവം അറിയാം. കരിക്കുലം വിറ്റയുടെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. അധികവും ആളുകൾ ശരിയായിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ചിലരൊക്കെ അതിൽ കരിക്കുലം വിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. മലയാളിയുടെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഫാൻസ് ഉള്ള പോലെ തന്നെ ഹേറ്റേഴ്സും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഹോർത്തൂസ് ഫെസ്റ്റിവലിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വിവാദമായിട്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സന്തോഷ് ജോർജ് കുളങ്ങര, ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ലേബറിന്റെ സ്കൂൾ, വാഗമണിലുള്ള ലേബറിന്റെ സ്കൂളിൽ 3 ദിവസം ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇനി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമ്പായിരുന്നു. അതെന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ നിന്നൊക്കെ അനുഭവങ്ങൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോ സന്തോഷ് ജോർജ് കുളങ്ങര ഈ കോവിഡ് സമയത്ത് അദ്ദേഹം കൊടുത്ത കരിക്കുലം വിറ്റയുടെ സ്പെല്ലിംഗ്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായി, സഫാരി ടിവിയുടെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ പനയാട്ടുപള്ളിയിലുള്ള സ്റ്റുഡിയോയിൽ വെച്ച് ഒരു ഇന്റർവ്യൂ നടക്കുന്നു. ഇന്റർവ്യൂവില് സംഭവം ഇത്രയേ ഉള്ളൂ. പുള്ളി കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് അത് അതേപടി നോക്കി എഴുതാൻ പറഞ്ഞു.
അതായത് കോപ്പി അടിച്ച് പകർത്തി എഴുതുക. ഒരു പാരഗ്രാഫ് ഇങ്ങനെ കൊടുത്തിട്ട് അതേപടി പകർത്തി, നമ്മൾ ഈച്ച കോപ്പി എന്നൊക്കെ പറയില്ലേ നാടൻ ഭാഷയിൽ, അതുപോലെ തന്നെ എഴുതി അങ്ങ് വയ്ക്കുക എന്നുള്ള ടാസ്ക് മാത്രമേ കൊടുത്തോളൂ. 25 പേരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ആകെ 2 പേരാണ് ആ പാരഗ്രാഫ്, 5-6 സെന്റൻസ് ഉള്ള പാരഗ്രാഫ് ഒരു തെറ്റുമില്ലാതെ അതേപടി നോക്കി എഴുതിയത് എന്ന് അദ്ദേഹം പറയുന്നത്. ആ ഇന്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ എടുത്തു നോക്കിയാലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളോട് ഒരു സാധനം, നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്, അതായത് സഫാരി ടിവിയിൽ ജോലിക്ക് ചെല്ലുന്ന ഒരാളോട്, എഡിറ്റർ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ സബ് എഡിറ്റർ പോസ്റ്റിലേക്ക് ചെല്ലുന്ന ഒരാളോട് ഇതിങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് പകർത്തി എഴുതാൻ പറഞ്ഞിട്ട് 25-ൽ 2 മലയാളികൾക്കാണ്. അദ്ദേഹം പറയാണ് അതിന് PG കഴിഞ്ഞ, MA മലയാളം കഴിഞ്ഞ ആളുകളുണ്ട്, PG ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് കഴിഞ്ഞ ആളുകളുണ്ട്, PhD ഉള്ള ആളുകളുണ്ടായിരുന്നു, BAയും MAയും ഒക്കെ പഠിച്ച ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അധികവും ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ജേർണലിസം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഹ്യൂമാനിറ്റീസ് കോഴ്സ് പഠിച്ച നല്ല വായനശീലമുള്ള, സ്ഥിരമായി പത്രം വായിക്കുന്ന ആളുകളാണ്. ആ ആളുകൾക്ക് പോലും ഒരു സാധനം പകർത്തി എഴുതാൻ, ഇത് തമാശയായിട്ട് പറയല്ല, നമ്മൾ 168 പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ 168 പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നോട് തന്നെ ഞാനും പറയാണ്, നമ്മൾ അറ്റ്ലീസ്റ്റ് കരിക്കുലം വിറ്റെ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എങ്കിലും നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂവിന് പോകാൻ. ഇത് പറയുമ്പോൾ ഞാൻ ആരെയും കളിയാക്കുകയല്ല, ഒത്തിരി ക്ലാസ് എടുത്ത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. ഒരു ഓണക്കാലത്ത് ഞാൻ ഒരു ക്വിസ് മത്സരത്തിന് പോയി. ആ ക്വിസ് മത്സരത്തില് എന്റെ ടീമിനായിരുന്നു ഫസ്റ്റ്. 40 ടീം ഉണ്ടായിരുന്നു. എന്റെ ടീമിന് ഫസ്റ്റ് കിട്ടിയതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള മാസത്തിലെ അന്നത്തെ തീയതി എഴുതാനാണ് പറഞ്ഞത്. അതായത് ഓണക്കാലമാണ്, ചിങ്ങമാസമാണ്, ഇന്ന് ചിങ്ങം എത്രാം തീയതിയാണ് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യന് ഉത്തരം പറഞ്ഞതോടുകൂടിയായിട്ടാണ് സ്കോർ മാറി മറിഞ്ഞതും എന്റെ ടീം ഫസ്റ്റ് വന്നതും. മോട്ടോർ വാഹന വകുപ്പ് ലവ് ദൈ റോഡ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ റോഡിനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ട്. 2008 അത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള SCT കോളേജിൽ വെച്ച് അതിന്റെ സംസ്ഥാനതല മത്സരം നടക്കുകയാണ്. ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അന്ന് നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ല, വണ്ടിപ്രാന്ത് ചെറുപ്പം വരെ ഉള്ളതുകൊണ്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാം. വളരെ സിമ്പിൾ ആയിരുന്നു. ഗതാഗത മന്ത്രി നേരിട്ട് ക്വിസ് മാസ്റ്റർ ആയിട്ടുള്ള ഒരു ക്വിസ് ആയിരുന്നു അത്. 2 റൗണ്ട് ചോദ്യം ഗതാഗത മന്ത്രി, അന്ന് ബഹുമാന്യ മാത്യു തോമസ് ആയിരുന്നു മന്ത്രി വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ റോഡിൽ ഓടിക്കുന്ന ഒരു വാഹനം ഇടത് സൈഡിലേക്ക് ഒതുക്കി നിർത്തണമെങ്കിൽ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത്? അത് കൃത്യമായി നമ്മൾ മൈക്കിലൂടെ പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾക്കായിരുന്നു സമ്മാനം കിട്ടിയത്. ഞാൻ പറയുന്നത്, നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന മേഖല, നമ്മൾ ഇന്റർവ്യൂവിനാണ് പോകുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് കരിക്കുലം വിറ്റെ എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് എങ്ങനെ നമ്മൾ പഠിച്ചത്. ഇത് ഒറ്റ എക്സാമ്പിൾ ആണ് കരിക്കുലം വിറ്റെ എന്ന് പറയുന്നത്. ഫ്രം ദ വെരി ബേസിക്സ്, ഫ്രം ദ വെരി റൂട്ട്, നമ്മൾ ഇരിക്കുന്ന ഈ ഒരു എന്റെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ എന്തെല്ലാം ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഈ സാധനം പൊളിഞ്ഞു പോകും. നമ്മളൊരു ചെടി നടുമ്പോൾ നമ്മുടെ അതിന്റെ റൂട്ട് എത്ര സ്ട്രോങ് ആണോ അത്രയും ആ ചെടി മണ്ണിൽ കാറ്റിനെയും മഴയെ വീഴ്ച നിൽക്കും. വളരെ സിമ്പിൾ ആണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ദ ബേസിക്സ്, ആ സാധനം സ്ട്രോങ് ആക്കിയിട്ട് വേണം പോകാൻ. അതുകൊണ്ട് കരിക്കുലം വിറ്റെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഞാൻ ഇനി അതിനെ ഒരിക്കലും ഞാൻ നിങ്ങളെ കളിയാക്കാന്ന് വിചാരിക്കരുത്. ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. കരിക്കുലം വിറ്റെ എന്നുള്ള സ്പെല്ലിംഗ് കൂടെ പഠിച്ചിട്ട് പോകണം. താങ്ക് യു കാർത്തിക, നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിഗ്രി ഇൻഫ്ലേഷൻ ഉള്ള എല്ലാവർക്കും PG. ഇപ്പോ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, അതും ഇതിന്റെ ഇന്റർവ്യൂവിന് പോകേണ്ട നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കേരളത്തിലെ ആദ്യത്തെ SLC ബാച്ചിന്റെ ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്ന ആദ്യത്തെ ബാച്ചിൽ പരീക്ഷ എഴുതിയ മനുഷ്യനാണ് ഞാൻ. 2007. ഈ 2007 അന്ന് ഫുൾ A+ ഉണ്ടായിരുന്നു എനിക്ക്. 2007 കേരളത്തിൽ ഫുൾ A+ കിട്ടിയ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 500-നും 600-നും ഇടയ്ക്കായിരുന്നു. 500-നും 600-നും ഇടയ്ക്ക് ആളുകൾക്കാണ് അന്ന് ഫുൾ A+ കിട്ടിയത് 2007. 2024 SLCയുടെ റിസൾട്ട് വന്നപ്പോ ഏകദേശം 50,000-ഓളം പേർക്കാണ് ഫുൾ A+ കിട്ടിയത്. നമ്മൾ ആ മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കണം. മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഞാൻ തറപ്പിച്ച് പറയുന്നു, അതിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഒരു രാഷ്ട്രീയം വിചാരിക്കേണ്ട. നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റങ്ങളുടെ, നമ്മുടെ വാല്യുവേഷൻ സിസ്റ്റങ്ങളുടെ ഗ്രാഫ് താഴേക്കാണ് പോരുന്നത്, അതിന്റെ ക്വാളിറ്റിയുടെ ഗ്രാഫ് താഴേക്കാണ് പോരുന്നത് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ സ്കൂളുകളിൽ പോകുമ്പോൾ പിള്ളേരോട് പറയാറുണ്ട്, 10ാം ക്ലാസ്സിലെ A+ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും
മരം കയറാൻ പോകരുത്, കൈ വിട്ട് താഴെ പോകരുത്. കാരണം ഇനിയിപ്പോ ക്രിസ്മസിന്റെ വെക്കേഷന് ഞാൻ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ തുറന്നു പറയുന്ന ഒരു കാര്യം ഇതാണ്. പലപ്പോഴും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സംഭവമാണ് 10ാം ക്ലാസ്സിലെ A+ ആണ് എല്ലാം എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിഗ്രി ഉണ്ടല്ലോ, ആ ഡിഗ്രി നിങ്ങളൊന്ന് ചുറ്റുപാടും നോക്കി, നിങ്ങളൊന്ന് ചുറ്റുപാടും വെറുതെ ഒന്ന് നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പയ്യനോ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ അപ്പുറത്തെ ചേട്ടനോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവരുടെ എല്ലാം വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ മനോഹരമായ കടലാസിൽ ഇത് അച്ചടിച്ച് വന്നിട്ടുണ്ട്. RFID ടാഗ് ഉള്ള PG സർട്ടിഫിക്കറ്റ് ഇത് എന്റെ അലമാരിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിനിടയിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ബേസിക്സ് ഉറപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. പല ഇന്റർവ്യൂകളിലും നിങ്ങളെ അളന്ന ശേഷം അവര് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യം അവസാനം ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വരാം, വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കും. ആ പറയുന്ന ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കരിക്കുലം വിറ്റേന്ന് ഞാൻ പറയാൻ കാരണം സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യമാണ്, സുഹൃത്തെ ഈ കരിക്കുലം വിറ്റേന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്കൊന്ന് പറയാമോ? സിവിൽ സർവീസ് പാസ്സായ പലരും അത് പറയാതെ പോയത് കൊണ്ട് ഡൽഹിയിൽ നിന്ന് കണ്ണീരുമായി തിരിച്ചു വന്ന കാഴ്ചയുണ്ട്. സിവിൽ സർവീസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത എന്റെ പല കൂട്ടുകാരും പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. കരിക്കുലം വിറ്റേന്ന് മാത്രമല്ല, നിങ്ങളുടെ ആ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുന്ന സാധനത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഫ്ലുവന്റ് ആയിട്ട് ഏത് നട്ടപ്പാതിലേക്ക് വിളിച്ച് ചോദിച്ചാലും, if you are good at reading, if you are good at dancing, if you are good at swimming, if you are good at rock climbing, mountaineering, driving, എന്തും ആയിക്കൊള്ളട്ടെ, അതിൽ എഴുതി വെക്കുന്ന കാര്യത്തെ പറ്റി എന്ത് ചോദിച്ചാലും കൃത്യമായി അറിയണം. സ്വന്തമായി ആത്മാർത്ഥമായിട്ട് ഇത്രയും നേരം നിങ്ങൾ കാണിച്ച അത്തന്നോടുകൂടി നിങ്ങൾ ഉത്തരം വേണം. സ്വന്തം പിൻകോഡ് അറിയാവുന്ന എത്ര പേര് കൂട്ടത്തിലുണ്ട്? നിങ്ങളിപ്പോ ചിലർ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും, സ്വന്തമായി പിൻകോഡ് അറിയാവുന്ന എത്ര പേര് കൂട്ടത്തിലുണ്ട്? ഹാറ്റ്സ് ഓഫ്. ഇതിൽ ഒരു നോയും വന്നിട്ടില്ല. 1-2 നോകളേ ഉള്ളൂ, ബാക്കി എല്ലാം എസ് ആണ്. ഞാൻ അതിന് സ്മാർട്ട്ശ്രീ ഈ കംപ്ലീറ്റ് ബാച്ചിനെ ഞാൻ അതിനകത്ത് അഭിനന്ദിക്കുകയാണ്. താങ്ക് യു. സ്വന്തമായ പിൻകോഡ് പലർക്കും ഇപ്പൊ അറിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ കത്തയക്കുന്ന ഒരു സ്വഭാവം കുറയും. ഒരു ഇന്റർവ്യൂ ചോദിച്ച ചോദ്യമാണ്, സുഹൃത്തെ നിങ്ങളുടെ പിൻകോഡ് ഇതാണ്, ഇത് ഇന്ന സ്ഥലമല്ലേ എന്ന് ചോദിച്ചപ്പോ പോസ്റ്റ് ഓഫീസ് ഏതാണെന്നോ പിൻകോഡ് ഏതാണെന്നോ അറിയില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ ഞാൻ കൈകൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. സ്ഥിരമായി പത്രം വായിക്കുന്ന എത്ര പേര് കൂട്ടത്തിലുണ്ട്? ഒരു ഓൾഡ് സ്കൂൾ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നും, ഒരു ഔട്ട് ഓഫ് ഫാഷൻ ചോദ്യമായിട്ട് തോന്നും. കണ്ടോ, ഇതിലധികവും നോയാണ്. ഞാൻ ആ നോ എഴുതിയ എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ എന്നോട് ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇതിൽ നോ മാത്രമേ ഉള്ളൂ. കാരണം നോയും ഡിസ്ലൈക്ക് ബട്ടനുമാണ്. നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങളൊക്കെ കഴിക്കുന്നതാണല്ലോ. ഓൺലൈൻ വായിക്കുന്നു, ശരിയാണ്. ശരി, ഓൺലൈനായിട്ട് വായിച്ചാൽ എങ്ങനെ വായിച്ചാലും മതി. തുറന്നു പറയട്ടെ ഒരു കാര്യം, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, ഹൈസ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പല സ്കൂളുകളിലും എന്നോട് ഒന്നും വേണ്ട, ഒരു കേരളത്തിലെ പ്രമുഖമായ ഒരു സർവകലാശാലയിലെ ഒരു സീനിയർ പ്രൊഫസർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് റെക്കോർഡറാണ്, ഒന്ന് പുറത്തേക്ക് പോകല്, അത് ആരാ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞതാണ്, ഷാരോണെ കഴിഞ്ഞ 8 വർഷമായി ഞാനൊരു പത്രം കൈകൊണ്ട് തൊട്ടിട്ട്, കേരളത്തിലെ പ്രമുഖമായ സർവകലാശാലയിലെ ഒരു സീനിയർ പ്രൊഫസർ, മാസം 3 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞതാണ്, ഷാരോണെ 8 വർഷമായി ഞാൻ പത്രം കൈകൊണ്ട് തൊട്ടിട്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾഡ് സ്കൂൾ പരിപാടിയായിട്ട് തോന്നാം. അതായത് പത്രമൊക്കെ ഈ കാലത്ത് ആരെങ്കിലും വായിക്കും? ഇതൊക്കെ അപ്പാപ്പന്മാരൊക്കെ രാവിലെ ഇങ്ങനെ തുറന്നിരുന്ന് വായിക്കുന്ന ഒരു സംഭവമല്ല പത്രം. കൂട്ടുകാരെ, ഒരു കാര്യം ഞാൻ പറയുന്നു, ഇഫ് യു ആർ ഗോയിങ് ഫോർ ആൻ ഇന്റർവ്യൂ, ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ആൻ ഇന്റർവ്യൂ, നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ സമയം മെനക്കെടുത്തുന്ന, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ പത്രം വായിച്ചേ പറ്റൂ. അത് ഈ പ്രിന്റഡ് ആയിട്ട് രാവിലെ ചുരുട്ടിക്കൂട്ടി വീടിന്റെ പോർച്ചിൽ കൊണ്ടുവന്നിടുന്ന, നമ്മൾ കയറി ചവിട്ടിയാൽ പോലും എടുത്ത് നോക്കാത്ത പേപ്പർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനി മീൻസ് നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ടാബിലോ ടിവിയിലോ സ്മാർട്ട് ടിവിയിലോ എവിടെയെങ്കിലും നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം ഇന്റർവ്യൂ എന്ന് പറയുന്നതിന്റെ ഒരു 50% നിങ്ങൾക്ക് അന്യമാണ്. PSC പരീക്ഷയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചോ, കാരണം 20% മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആണ്. ജവഹർലാൽ നെഹ്റുവിനെ പറ്റി ചോദിക്കാത്ത, സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ചോദിക്കാത്ത, പഞ്ചവത്സര പദ്ധതികളെ പറ്റി ചോദിക്കാത്ത, അടിയന്തരാവസ്ഥയെ പറ്റി ചോദിക്കാത്ത, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് ഏൽപ്പിച്ച മുറിവുകളെ പറ്റി ചോദിക്കാത്ത ഒരു PSC പരീക്ഷയും ഇന്നേ വരെ, ഈ നാൾ വരെ, 2025 ഡിസംബർ 2 വരെ PSCയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയ കാലത്തോളം
തുടങ്ങി ഈ കാലത്തോളം ഒരു PC പരീക്ഷയിൽ കടന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. പത്രം വായിക്കാതെയാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലേക്ക് വരികയാണ്. ഈ തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ, അത് ഞാൻ പാർട്ടിസിപ്പന്റ് ആണ്, ക്ലാസ് എടുക്കാൻ പോയതല്ല. അവിടെ വന്ന ഒരു സിവിൽ സർവീസ് ഓഫീസർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങേരെ ഈ ഡൽഹി പോയിട്ട് ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് കയറുന്നതിന് മുമ്പ് പുറത്ത് ദ ഹിന്ദു പത്രവും ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും പിന്നെ വേറെ ഏതൊരു പത്രം കൂടി പുള്ളി പറഞ്ഞു, ഹിന്ദുസ്ഥാൻ ടൈംസ് ആണെന്ന് തോന്നുന്നു. ഈ 4 പത്രവും കിടക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ എന്റെ ഫ്രണ്ടിന് റവന്യൂ മിനിസ്റ്റർ ചോദിച്ചിട്ട് അറിയാനിട്ട് ആ ജോബ് കിട്ടിയില്ല എന്നായിരിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ പത്രം പുള്ളി സ്ഥിരം വായിക്കുന്നതാണ്. പക്ഷെ അന്നത്തെ പത്രവും അദ്ദേഹം ഒന്ന് തുറന്നു നോക്കിയിട്ട് വെറുതെ എഡിറ്റോറിയൽ പേജിലൂടെ ഒന്ന് കണ്ണോടിച്ചിട്ട് അദ്ദേഹം ഇന്റർവ്യൂവിന് കയറി. ഭാഗ്യം എന്ന് പറയട്ടെ, അതേ ചോദ്യമാണ് അവർ തന്നെ ചോദിച്ചത്. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നടത്തുന്ന ആരും കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ടിപ്പാണ്, ഹിന്ദു ദിനപത്രം വായിക്കാതെ അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ മാഗസിൻ വായിക്കാതെ നിങ്ങൾ അതിന് പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നതുപോലെ നമുക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു കൺസൈസ് രൂപമാണ്. ഇപ്പൊ പത്രം തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് നെഗറ്റിവിറ്റീസ് ആയിരിക്കും. പീഡനവും കൊലപാതകവും മാലമോഷണവും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ ആയിരിക്കും അതിനകത്ത്. അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഉൾപേജുകളിൽ, അതിന്റെ എഡിറ്റോറിയൽ പേജിൽ, അതിന്റെ തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പേജില്ലാത്ത ഒരു പത്രമില്ല. എല്ലാ പത്രങ്ങൾക്കും ജോബിന്റെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരാള് കൈകാര്യം ചെയ്യുന്ന ഒരു പേജ് ഉണ്ടാവും. ആ പേജിൽ നിങ്ങളുടെ കണ്ണ് എന്തായാലും ശ്രദ്ധിക്കണം. പലരും സ്പോർട്സ് പേജ് വായിക്കുന്ന ആളുകളായിരിക്കും പത്രത്തിൽ. സ്പോർട്സ് മാത്രം വായിക്കുന്ന ആളുകളുണ്ടാവും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, സ്പോർട്സിൽ നിങ്ങൾ കാണിക്കുന്ന അതേ ഇൻട്രസ്റ്റ് സ്പോർട്സ് പേജിന്റെ തൊട്ടു മുന്നിലോ തൊട്ടു പുറകിലോ ഉള്ള എല്ലാ ആഴ്ചയും ഒരു കരിയർ കോളം അതിൻ്റെ അകത്ത് ഉണ്ടാകും. വെനസ്ഡേ ജോബ് വേക്കൻസി കാരണം അത് ഓരോ പത്രങ്ങൾക്ക് ഓരോ ദിവസമാണ്. കേരള കൗമുദി സ്ഥിരമായിട്ട് വരാറുണ്ട്, മനോരമയിൽ വരാറുണ്ട്. കേരള കൗമുദി ഞാൻ പറയാൻ കാരണം മറ്റു പത്രങ്ങളെ അപേക്ഷിച്ച് ഈ ജോലിയുടെ കാര്യങ്ങൾ പത്രത്തിൽ വരുമ്പോൾ ഞാൻ കേരള കൗമുദി കുറച്ചുകൂടി ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ സാധാരണ എന്റെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ 13 പത്രം വരുന്നുണ്ട്. ഈ 13 പത്രവും മറിച്ച് നോക്കുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അങ്ങനെ ചില പത്രങ്ങളിൽ മനോരമയും മാതൃഭൂമിയും ഒട്ടും മോശമല്ല, അവരൊക്കെ എക്സ്റ്റൻസീവ് കവറേജ് ഉണ്ട്. മനോരമയിൽ വെനസ്ഡേ വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ പത്രം നിങ്ങൾ വായിച്ചേ പറ്റൂ. അത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഒത്തിരി ഫ്രീ ആയിട്ട് തന്നെ ഓൺലൈനായിട്ട് ഒരുപാട് വായിക്കാൻ പറ്റും. അത് നിങ്ങൾ എന്തായാലും അത് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ഫോളോ ചെയ്ത് തുടങ്ങണം. അത് ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ട. നമ്മളൊരു എന്താ പറയുന്ന ഒരു കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ നമ്മൾ തോക്ക് റെഡിയാക്കി വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആയുധങ്ങൾ റെഡിയാക്കി വെക്കുന്നത് പോലെ, യുദ്ധങ്ങൾ ഒരു സ്ഥലത്ത് ഉണ്ടാവാതിരിക്കട്ടെ, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ നമ്മളൊരു ഒരു ഡിഫൻസിന് വേണ്ടി നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്നു അത് നമ്മൾ ചെയ്യാത്തിടത്തോളം നമ്മൾ ഈ ജോബ് മാർക്കറ്റിന്റെ പുറത്താണ്. കാരണം നമ്മളിത് ചെയ്തില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടില് അല്ലെങ്കിൽ അപ്പുറത്തെ പഞ്ചായത്തിലെ ഒരുത്തൻ ഇതിന്റെ എക്സ്പേർട്ട് ആയിട്ട് ഒരുത്തനുണ്ടാവും. അവന് വളരെ ഈസിയാണ് പരിപാടി. അവന് ജസ്റ്റ് വന്ന് അവനൊരു ഗ്രീൻ മാറ്റ് അല്ലെങ്കിൽ ഒരു റെഡ് മാറ്റ് വിരിച്ച ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ച ഒരു രീതിയിലൂടെ നടന്നു വന്ന് അവന് ചുമ്മും പറഞ്ഞ് വളരെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അജ്ഞത എന്ന് പറയുന്നത്, നമ്മൾ പറയാറുണ്ട് ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് എ ക്രൈം എന്നുള്ളത്. അതായത് ഇപ്പോ ഓടുന്ന ബസ്സിന് കല്ലെറിയരുത് എന്നുള്ളത് അല്ലെങ്കിൽ ഓടുന്ന ഒരു വാഹനത്തിന് നേരെ കല്ല് വലിച്ചെറിയരുത് അല്ലെങ്കിൽ റോഡ് തടസ്സപ്പെടുത്തരുത് എന്നുള്ളത് ഒരു പൊതു നിയമമാണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമുക്കത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അത് ഈ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു നിയമമാണ്. അല്ലെങ്കിൽ സ്ത്രീകളോടും കുട്ടികളോടും മാന്യമായി പെരുമാറണം, അത് ഈ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു നിയമമാണ്. ഈ നിയമം നമുക്ക് അറിയില്ലായിരുന്നു. ഇഗ്നോറൻസ് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദ പറഞ്ഞൊരു കാര്യമുണ്ട്, നോളജ് ഈസ് പവർ ആൻഡ് ഇഗ്നോറൻസ് ഈസ് ഡെത്ത് എന്നുള്ളതാണ്. വിദ്യ എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പവറും, ഇഗ്നോറൻസ് അജ്ഞത അല്ലെങ്കിൽ നമ്മൾ അതിനെ തുലോം നമ്മൾ അതിനെ പാടെ അവഗണിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ക്രൈമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളായി ഇങ്ങനെ പറയുന്നു. അതിൽ അവസാനം പറഞ്ഞ കാര്യം ഇതാണ്, സ്ഥിരമായി പത്രം നിങ്ങൾ വായിക്കുക. അത് എന്തുകൊണ്ട് നല്ലതാണ്, കുറച്ച് നമ്മുടെ ഈ ഡിജിറ്റൽ ഡീറ്റോക്സിന് നല്ലതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് 2 ലാപ്ടോപ്പും 2 ഫോണും ഉണ്ട്. ഇത് എന്റെ സമയം അധികവും ഇപ്പോൾ വായന ഡിജിറ്റലാണ്. ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ പറ്റില്ല, ഇത് എല്ലാത്തിനും പുറകെ ഓടിയെത്താൻ പറ്റില്ല. അപ്പോ ഈ ഡിജിറ്റൽ തന്നെ നോക്കിയിരിക്കാതെ ഇനിയിപ്പോ എല്ലാം വായിക്കാൻ പലരും സാമ്പത്തിക പ്രതിസന്ധി ഉള്ള ആളുകളായിരിക്കും. 2, 3, 4 പത്രമൊന്നും വരുത്താനുള്ള സാമ്പത്തികം. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു പത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലൈബ്രറികളായിരുന്നു ഇത്രയും കാലം ആശ്രയം. ഈ ലൈബ്രറി പോകണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക്
നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്, ആ സ്മാർട്ട് ഫോണിന്റെ ശക്തി നമ്മൾ ഇതേവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സെൽഫിയുടെ ഭംഗിയിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ടെലിഫോട്ടോ ലെൻസിന്റെ ഇത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിന്റെ പവർ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോ അതും നിങ്ങളൊന്ന് ചെയ്യണം. ഈ സ്ഥിരമായി പത്രങ്ങൾ വായിക്കുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് സംഭവങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവള് HRM ആയിട്ട് സീമെൻസ് എന്ന് പറയുന്ന ഒരു വലിയ ജർമ്മൻ ബ്രാൻഡ് ഉണ്ട്. ആ ജർമ്മൻ ബ്രാൻഡിലാണ് അവൾ ജോലി ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. ഒരു മാസം 8 ലക്ഷം രൂപയാണ് ശമ്പളം. അതുകൂടി പറയാം, ഒരു മാസം 8 ലക്ഷം രൂപയാണ് ശമ്പളം. അപ്പോ സീമെൻസിന്റെ ഇന്റർവ്യൂവിന് അവൾ ചെന്നപ്പോ അവളോട് ചോദിച്ചത്, അവൾ MBA ആണ് പഠിച്ചത്. അവിടെ HR ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഇന്റർവ്യൂവിന് അവളോട് ചോദിച്ചത് കുറെ സിറ്റുവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ അവള് NIT-യിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഡിഗ്രി സാധനങ്ങളൊക്കെ ഓക്കെയാണ്. അതായത് നമ്മളോട് ഇപ്പൊ പല ഇന്റർവ്യൂസിലും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ചില ഉത്തരങ്ങളുള്ള സാധനങ്ങളുണ്ടല്ലോ. നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇപ്പൊ എന്താണ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ വാട്ട് ഇസ് എ കാറ്റലിസ്റ്റ്, അതിനൊന്ന് എക്സ്പ്രഷൻ തരിക. ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ അറിയാം. വാട്ട് ഇസ് എ കാറ്റലിസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയാം. അല്ലെങ്കിൽ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ നമുക്ക് ഇക്വേഷൻ ചെയ്യാൻ അറിയാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ആ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ നിങ്ങളും വേറൊരു സ്ത്രീയും മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ കയറിയപ്പോ മുതൽ ഇരുന്ന് കരയുകയാണ്. 2 സ്റ്റേഷൻ കഴിഞ്ഞിട്ടും ആ സ്ത്രീ കരച്ചിൽ നിർത്തുന്നില്ല. നിങ്ങൾ ആ സിറ്റുവേഷനിൽ ആ സ്ത്രീയോട് എന്തായിരിക്കും ചോദിക്കുക? അല്ലെങ്കിൽ നിങ്ങളൊരു കോര മഴയുള്ള രാത്രിയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ അകപ്പെട്ടു പോയി. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങളുടെ പേഴ്സ് ആരും മോഷ്ടിച്ചുകൊണ്ട് പോയി, അടുത്തെങ്ങും ഹെൽപ്പിന് ആരുമില്ല, അടുത്ത ബസ് ഇനി രാവിലെ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ മാനേജ് ചെയ്യുക? അല്ലെങ്കിൽ വൃദ്ധനായ ഒരാൾ റോഡിൽ നിന്ന് നിങ്ങളോട് ഒരു 100 രൂപ കടം ചോദിച്ചു. അദ്ദേഹത്തെ കാണാൻ വളരെ 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 വെൽ നീറ്റ് ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ പൈസയ്ക്ക് ആവശ്യമുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം ചോദിക്കുന്ന കാര്യം ജെനുവിൻ ആണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നും? ഇങ്ങനെ കുറെ സിറ്റുവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ട് നിങ്ങളെ അളക്കാൻ ശ്രമിക്കും. ഇതിനകത്ത് മോണ്ടിസോറി ടീച്ചേഴ്സ് ആരും ഇല്ലാത്ത കാരണം പിന്നെ നമുക്ക് ആ മേഖലയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള കാർത്തിക അത് അന്ന് വിട്ടിട്ടുണ്ട്. കണ്ടോ, സഫീറ ഷംസീർ പറയുന്നുണ്ട്, എന്നോടും ചോദിച്ചു. കാരണം ഞാനത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ജോബ് ഇന്റർവ്യൂവിന്റെ ഒരു പാനലിസ്റ്റ് ആയിട്ട് ഇടയ്ക്കൊക്കെ വർഷത്തിൽ 1-2 തവണയൊക്കെ പോകാറുണ്ട്. അത് ജോബ് ഫെയറുകളായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ വേണ്ടത് വേറെ തന്നെ സ്കില്ലായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ അധികം ചോദിക്കണമെന്നില്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ ഈ എറണാകുളത്ത് വെച്ച്. ആ കഥയിലേക്ക് പിന്നീട് വരാം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷണൽ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതെന്താണെന്നറിയോ? ഈ HRM എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, AI-യുടെ കടന്നുവരവോടുകൂടി വളരെ വലിയ സ്ഥാപനങ്ങൾ, അതായത് ഇന്റൽ പോലുള്ള, AMD പോലുള്ള, HP, അതുപോലെ തന്നെ ഡെൽ, ഇതുപോലെ വലിയ വലിയ ലോജിടെക് പോലെ വളരെ മെഗാ സ്കെയിലിൽ നിൽക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങൾ, ഒന്നും വേണ്ട, ആശുപത്രികൾ തന്നെ നിങ്ങൾ നോക്കിക്കോ. ആശുപത്രികൾ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റങ്ങളിലേക്ക് മാറുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞത് CT സ്കാൻ അങ്ങനത്തെ സാധനങ്ങളല്ല, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എത്രയോ വേക്കൻസികളിലാണ് കമ്പ്യൂട്ടറുകൾ കയറിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഈ കൊച്ചിയിലുള്ള ആരെങ്കിലും നിങ്ങൾ ഫോറമാൾ എന്ന് പറഞ്ഞൊരു പുതിയ മോള് നമ്മുടെ കുണ്ടന്നൂർ മരട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഫോറമാളിന്റെ ഏറ്റവും താഴത്തെ, അതായത് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്കുള്ള എക്സിറ്റിന്റെ അവിടെ നിന്ന് നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മാളിന്റെ കംപ്ലീറ്റ് സർവൈലൻസ് സിസ്റ്റവും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ആ മാളില് 100 കണക്കിന് ക്യാമറയുണ്ട്. ഈ ക്യാമറയുടെ എല്ലാം അസംബ്ലി പോയിന്റ് എന്ന് പറയുന്നത്, അതിന് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് നമുക്കതിന്റെ ആ എക്സിറ്റ് ഡോറിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫാത്തിമ പറയുന്നുണ്ട് അത് കണ്ടിരുന്നത്, അതൊരു രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈ മാളിൽ പോകുമ്പോൾ ഇടയ്ക്ക് നോക്കിയിട്ട് ലുലുവിൽ നമുക്കത് കാണാൻ പറ്റില്ല. കൊച്ചിയിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി പോകുമ്പോൾ ഫോർമാളിന്റെ അത് നിങ്ങളൊന്ന് കാണണം. ആ എൻറ്റയർ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് 2-3 പേരാണ്. അതായത് ആ മോളിന്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റിയും അത് കംപ്ലീറ്റ് എല്ലാ ക്യാമറകളും AI എനേബിൾഡ് ആണ് എന്നുള്ളതാണ്. ലുലു തുടങ്ങുന്ന സമയത്ത് ലുലുവില് AI ക്യാമറ വെക്കാനുള്ള ഒരു സംവിധാനം ഇപ്പൊ അവർ മാറ്റി തുടങ്ങി. ഫോറം മാളിലെ എല്ലാ ക്യാമറകളും, നിരീക്ഷണ ക്യാമറകളും AI എനേബിൾഡ് ക്യാമറയാണ്. അപ്പൊ ഇത്രയും സിസ്റ്റങ്ങളെ മൊത്തം മാനേജ് ചെയ്യുന്നത്, ഈവൻ നമ്മുടെ നാട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് AI ക്യാമറ വെച്ചു. പക്ഷെ AI ക്യാമറ ഇപ്പൊ പല വിവാദങ്ങളും പ്രശ്നങ്ങളും അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഫോറം മാളിന്റെ കാര്യം പറഞ്ഞത്.
ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ശരിക്കും ഇതിന്റെ ഡേറ്റ അനാലിസിസ് ചെയ്യാൻ ഈ കോവിഡിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഓപ്പൺ AI, ChatGPT അതുപോലുള്ള AI ടൂളുകൾ വരുന്നതിന് മുമ്പുള്ള ഒരു സമയമാണെങ്കിൽ ഒരു 15-20 പേജിന് അനലൈസ് ചെയ്യേണ്ട ഒരു മൊത്തം സംവിധാനമാണ് ഈ കൺട്രോൾ പാനൽ വെച്ചിട്ട് വെറും 2 പേരിന് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3-4 പേരിന് ചെയ്യുന്നത്. നിങ്ങൾ യൂട്യൂബിൽ പലപ്പോഴും ഈ സംഭവം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് AI എങ്ങനെയാണ് ജോലിയെ ബാധിക്കുന്നത് എന്നുള്ള ഒരു സാധനം നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കുറെ വീഡിയോസ് കിട്ടും. ഭയങ്കര രസമാണ് കാണാൻ. പറഞ്ഞു വന്നത്, ഇന്റൽ എന്ന് പറയുന്ന വലിയ ഒരു ചിപ്പ് നിർമ്മാതാവ് നമ്മുടെ എല്ലാ ലാപ്ടോപ്പുകളുടെ 100 ലാപ്ടോപ്പ് എടുത്താൽ 95-എണ്ണത്തിന്റെയും ബോർഡുകൾ അല്ലെങ്കിൽ ചിപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്റൽ ആയിരിക്കും. ഈ ഇന്റൽ 10,000 പേരെയാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചിലിരുത്തുക എന്ന് പറയുക. ബെഞ്ചിലിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നിങ്ങളെ ഞങ്ങൾ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ജോലിയില്ല, നിങ്ങൾ ആ ബെഞ്ചിൽ വെയിറ്റ് ചെയ്തോ. നമ്മുടെ സ്കൂളിലെ ബാക്ക് ബെഞ്ചിൽ കൊണ്ടിരുത്തുന്നത് പോലെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്തോ, നിങ്ങൾക്ക് ജോലി ഉള്ളപ്പോൾ ഞങ്ങൾ വിളിക്കാം എന്ന് പറയുന്ന പുറത്താക്കലിന്റെ ആദ്യത്തെ പടിയാണ് ബെഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ബെഞ്ചിലിരുത്തുക എന്നുള്ളത്. നമ്മളിത് നാട്ടിലെ ഒരു ചെറിയ സ്ഥാപനമല്ല. ഇന്റൽ എന്ന് പറയുന്ന ആഗോള ഭീമനാണ്. മൈക്രോസോഫ്റ്റ്, ബിൽഗേറ്റ്സിന്റെ മൈക്രോസോഫ്റ്റ് ഇതേ അളവിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഹൈദരാബാദ് ക്യാമ്പസിലെ ആളുകളെയാണ്. ഗൂഗിളിന്റെ ഹൈദരാബാദ് ക്യാമ്പസിലും പിന്നെ സീമെൻസിന്റെ ബാംഗ്ലൂർ ക്യാമ്പസ്, ഹ്യൂലറ്റ് പക്കാർഡിന്റെ ബാംഗ്ലൂർ ക്യാമ്പസ്, ഇങ്ങനെ ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ ഉള്ള ഒരുപാട് ടെക് ഫേംസിലെ ആളുകളെ, അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ മാത്രമല്ല ബിസിനസ് അനലിസ്റ്റുകളെയും ലാംഗ്വേജ് അനലിസ്റ്റുകളെയും പിന്നെ നിങ്ങൾ പഠിച്ച ഈ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകളെയും ഒക്കെ ഇവര് കുറെ മാറ്റിയിരുത്തിയിട്ടുണ്ട്. അത് പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, അത് ഏറെ കടന്നവരോട് കൂടി മനുഷ്യൻ ചെയ്യേണ്ട കുറെ ജോലികൾ മെഷീൻ ഏറ്റെടുത്തപ്പോൾ ഈവൻ റിക്രൂട്ട്മെന്റ് പോലും പലപ്പോഴും നമ്മുടെ എല്ലാം CV അനലൈസ് ചെയ്യുന്നത് ഇപ്പൊ മനുഷ്യരല്ല, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ തന്നെ നോക്കിയറിയാം. പലപ്പോഴും ഇപ്പോൾ CV ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ അവർ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ആൻഡ്രോയിഡിന്റെ ആപ്പിലോ ഒരു വെബ് പേജിലോ ആണ് നമ്മളൊരു വെബ് പേജിലോ ആണ് നമ്മൾ അതിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനെ റീഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് മെഷീനാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടി നമുക്ക് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും AI എന്ന് പറയുന്ന ഒരു സാധനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഇനി ഒരു ജോബ് അന്വേഷണത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. അത് ഇന്റർവ്യൂവിന് പോകുന്ന മൊമെന്റിൽ ഒരു പക്ഷേ ഇനി നാളെ നിങ്ങൾക്ക് AI റെഡി ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും ഒരു പക്ഷെ വരാൻ പോവുക. അതില് നമ്മള് എന്താ പറയുന്നത്, ഈ AI ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ AI-നെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ പ്രിപ്പയർനെസ് നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും ഞാൻ ഇത് ഓർത്തപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു എവറിത്തിങ് യു ഡിസർവ് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ഫിയർ എന്നുള്ളത്. ഈ പേടി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഹെഡ് ഓൺ ആയിട്ട് അതിനെ ഇടിച്ച് പന്തിറക്കി കളഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു. ഇന്റർവ്യൂ പാനലിന്റെ മുന്നിൽ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ ഇതിന് ആദ്യം ഇന്റർവ്യൂ ചെയ്ത ആളുകൾ കുറെ പേര് പ്രതീക്ഷ പോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. നമ്മളൊരു ഡോറ് തുറന്ന് ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളില് പേടി ഉണ്ടാകും, ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ, ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടിക്കോ. നിങ്ങളുടെ മുഖത്തെ ചിരിയുണ്ടല്ലോ, ദ സ്മൈൽ ഓൺ യുവർ ഫേസ്, അത് ഏതൊരു സിറ്റുവേഷനെ ആയാലും ഒന്ന് അലിയിപ്പിക്കാൻ പറ്റും. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ എത്ര മസിൽ പിടിച്ചിരിക്കുന്ന ആളായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഹാക്കാണ്. നമ്മൾ നാളെ പറയുന്ന ഹാക്കുകളൊക്കെ വേറെ. അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ ആ ഡോറ് തുറന്ന് ആ പാനലിസ്റ്റുകളുടെ മുഖത്ത് നോക്കി ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവതാർ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവതാറിന്റെ ലാസ്റ്റ് സീക്വൻസ് ഈ മാസം, ഈ ഡിസംബറിൽ ലാസ്റ്റ് റിലീസാണ്. അപ്പൊ കഴിഞ്ഞ സീരീസ് തന്നെ അവതാർ വാട്ടർ എന്ന് പറയുന്ന സീരീസ്, അതിന്റെ ഞാനത് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ജെയിംസ് കാമറൂണിന്റെ സിനിമയാണ്. ഞാൻ ലോകത്തിലെ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിലും പറയുന്ന ഒരു പേരാണ് ജെയിംസ് കാമറൂൺ. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ജെയിംസ് കാമറൂൺ. ജെയിംസ് കാമറൂൺ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ, അതും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ, ഛായാഗ്രാഹകൻ, അതായത് വീഡിയോ പിടിച്ച ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ആള് റസൽ കാർപ്പൻറ്റർ റസൽ കാർപ്പൻറ്ററും അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പൊ റസൽ കാർപ്പൻറ്റർ എന്ന് പറയുന്ന ലോകപ്രശസ്ത ക്യാമറാമാൻ ജെയിംസ് കാമറൂണോട് പറയാണ്, സാർ
അവതാറിന്റെ ഷൂട്ടിങ്ങിൽ, അവതാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഏലിയൻ മുഖമുള്ള ആളുകളാണ്. ജെയ്ക് സള്ളി എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ്. വേറൊരു വേൾഡിൽ ചെന്ന് പെടുകയാണ് അയാൾ. അപ്പോ മനുഷ്യൻ ഇപ്പൊ നമ്മുടെ ഒരു രൂപമുണ്ടല്ലോ, ഒരു മനുഷ്യനാണെന്ന് തോന്നുന്ന രൂപമുണ്ട്. ഈ നമുക്ക് നീണ്ട ചെവികളോ തലയുടെ മുകളിലെ മുയലിന്റെ പോലത്തെ ചെവികളോ ഒന്നുമില്ല. അപ്പോ മനുഷ്യന് തോന്നിക്കുന്ന രൂപമാണ്. പക്ഷെ അതിന് മനുഷ്യന്റെ അപ്പുറത്തേക്കുള്ള ഹ്യൂമൻ പ്ലസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൃഗത്തിന്റെ ഒക്കെ കൊമ്പ് പോലെ ഇരിക്കുന്ന ചെവികളും ഒക്കെയുള്ള ഒരു രൂപമുണ്ട്. കുറെ പ്രോസറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ട് ചിരിപ്പിക്കുന്ന ഒരു സീൻ അഭിനയിക്കുക എന്നുള്ളത് പാടാണ്, ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് പാടാണ്. പക്ഷെ ആ ചിരി ക്യാമറയിൽ പകർത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു കഷ്ടപ്പാടുണ്ട്. അതായത് റസൽ കാർപ്പൻ്റർ എന്ന് പറയുന്ന അങ്ങേരെടുത്ത ഒരു സംഭവമുണ്ട്. അതിന്റെ അത്രയും എഫേർട്ട് ഞാൻ ഈ സിനിമയുടെ ഒരു സീക്വൻസിൽ എടുത്തിട്ടില്ല. കാരണം അവതാർ നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം, അതിൽ ചിരിക്കുന്ന സീക്വൻസ് വളരെ കുറവാണ്. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് മാത്രം പറ്റുന്ന ഒരു വലിയ എന്താ പറയുന്നത് ഒരു വിപ്ലവകരമായ ഒരു സംഭവമാണ് ചിരി എന്ന് പറയുന്നത്. അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം കീഴ്മേൽ മറിക്കുന്നുവെന്ന്. ഞാൻ അതിന് ഇങ്ങനെ പറയാണ്, ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് മുന്നിൽ നിങ്ങൾ എന്ന് കരുതി പോയിട്ട് ഒരുമാതിരി ഇളിക്കാനല്ലാത്ത ഉദ്ദേശിച്ച എന്ന് പറയാനല്ല പറഞ്ഞത്. വളരെ മാന്യമായിട്ട്, വളരെ രസകരമായിട്ട്, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ സംഭവിക്കാനും താനൊന്ന് പോടോ ഞങ്ങൾ എത്ര കണ്ടതാണെന്ന രീതിയിലുണ്ട്. വളരെ മാന്യമായിട്ട് ഒരു ചിരി നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റുമെങ്കിൽ, റസൽ കാർപ്പൻ്റർ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. ഒരു ഏലിയൻ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട്, പ്രോസറ്റിക്സും മേക്കപ്പുള്ള ഒരു സിനിമയിൽ നിന്നുകൊണ്ട് ആ കഥാപാത്രത്തെ കൊണ്ടുവന്ന് ചിരിപ്പിക്കാൻ അദ്ദേഹത്തെ പാടുന്നു. ആ ചിരിയിൽ എല്ലാം അലിഞ്ഞു പോകും എന്നുള്ളതാണ്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ദ വേ യു പ്രസന്റ് യുവർ സെൽഫ്. അതിന്റെ വിശദാംശങ്ങളിൽ നമ്മൾ നാളെ പോകും. പുഞ്ചിരി, അതാണ് കറക്റ്റ് ആണ്. റിജൂസ്, താങ്ക് യു. പുഞ്ചിരി എന്നുള്ളതാണ്, ആ ചിരിക്ക് പുഞ്ചിരി എന്നുള്ളതാണ് കറക്റ്റ്. ആ ഒരു പുഞ്ചിരിയിൽ തന്നെ നിങ്ങളുടെ കുറെ മാർക്ക് വീണിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ആ നടന്ന് ഡോറ് തുറന്ന് കയറി ചെല്ലുന്ന ഒരു ചെല്ലലുണ്ടല്ലോ, ആ ഒരു നിങ്ങൾ ചെല്ലുന്ന ആ ഒരു എൻട്രി ഉണ്ടല്ലോ. നമ്മള് ഇപ്പോഴത്തെ സിനിമയിൽ അങ്ങനെ നായകന്മാർക്ക് വലിയ ചില സിനിമകളിൽ മാത്രമേ വലിയ എൻട്രി ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ, അതുകൊണ്ടാണ് മമ്മൂട്ടിയായിട്ടും മോഹൻലാലായിട്ടും ഇപ്പോഴും തുടരുന്നത്. ഇവരുടെ ചില സിനിമയിൽ ചില എൻട്രി ഉണ്ട്, അതിന് നമ്മൾ മാസമായിട്ട് നമ്മൾ ഇപ്പോഴും കാണുന്നത്. അതുപോലെ വേറെ അല്ലെങ്കിൽ സുരേഷ് ഗോപി, ഇപ്പോഴും എത്രയൊക്കെ നടന്മാര് വന്നിട്ടും ചില പോലീസ് സ്റ്റേഷനിൽ നമുക്ക് സുരേഷ് ഗോപി മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ, നിങ്ങള് ആ നടന്നു ചെല്ലുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഒന്നും ചെയ്യണ്ട, വീട്ടില് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ മുറ്റത്ത് സ്ഥലമുണ്ട്, ഒരു കണ്ണാടിയുണ്ട് വീട്ടില്. സാധാരണ പ്രസംഗ പരിശീലനത്തിൽ ഞങ്ങൾ ചെയ്യിക്കാറ്, ഏത് ട്രെയിനറായാലും കണ്ണാടിയുടെ മുമ്പിൽ നിർത്തി സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പ്രസംഗ പരിശീലനത്തിന്റെ ക്ലാസ് അല്ല ഇത്, എന്നാലും പറയാണ്, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ ഒരു ഈ മേക്കപ്പ് ഇടാനും തല ചെയ്യാനും പൊട്ടുകൂട്ടാനും മാത്രമല്ല കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെന്ന് നിൽക്കേണ്ടത്. കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് ചെന്ന് നിന്നിട്ട് നമ്മളെ തന്നെ ഒന്ന് നോക്കണം. ചെയ്യാറുണ്ട് സാറിന് ആവണി പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. അതങ്ങനെയാണ് തുടരണം. കണ്ണാടിയാണ് നമ്മളെ യഥാർത്ഥമായിട്ട് ഈ ഷാരോൺ ആരാണ്, ഈ ആവണി ആരാണ്, ഇവിടെ കൂടിയിരിക്കുന്ന ബാക്കി ആരാണ് കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. കാരണം ഇപ്പൊ ഇവിടെ നമ്മൾ സെൽഫി ക്യാമറയിൽ നോക്കും, സെൽഫി ക്യാമറയിൽ നമ്മുടെ മുഖം കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അത് അൽഗോരിതം ബേസ്ഡ് ആണ്, അത് കുറെ ട്വീക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങളൊന്ന് നിന്ന് നോക്കുക, കറക്റ്റ് ആയിട്ടൊരു പോസ്റ്ററിൽ. പലപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ഒരു 10 പേരെ ഫ്രണ്ടിലേക്ക് വിളിച്ചിട്ട് 10 പേരോടും ഒന്ന് നിങ്ങൾ സാധാരണ നിൽക്കുന്ന പോലെ നിൽക്കാൻ പറയും. ഈ 10 പേര് നേരെയല്ല നിൽക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ കേട്ടോ, ക്ലാസ് എടുക്കുന്നത് ഞാൻ ഉൾപ്പെടെ. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോ, നമ്മൾ നിൽക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയി 2 കാലിലും ഈക്വൽ വെയിറ്റ് കൊടുക്കുന്നതിന് പകരം ഒരു കാലിൽ മാത്രം വെയിറ്റ് കൊടുത്തിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ നിൽക്കുക. എന്റെ ഓഫീസിൽ ഒരു ചേട്ടനുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാലത്തും ഒരാളോട് സംസാരിക്കുമ്പോൾ, ഞാൻ ഒരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കൂടി ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു കാല് പുള്ളി ഭിത്തി ചവിട്ടിയിട്ടേ നിൽക്കും. ആരോട് പുള്ളി സംസാരിച്ചാലും ഒരു കാല് അദ്ദേഹം ആ ചെരുപ്പിലിരിക്കുന്ന ചെരുപ്പ് കൊണ്ട് ഭിത്തിയിൽ ചവിട്ടിയിട്ട് മറ്റേ കാലിൽ കംപ്ലീറ്റ് വെയിറ്റ് കൊടുത്താണ് നിൽക്കുക. ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾ നടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നടപ്പിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എത്ര കാലമായി മര്യാദക്കൊന്നും നടന്നിട്ടും നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ ഫോൺ കയ്യിലുള്ളത് കാരണം നമ്മൾ എവിടെ പോയാലും വഴിയിൽ നോക്കി നമ്മൾ നടക്കാറില്ല, ഫോണിൽ നോക്കി സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. 2 കാലിലും ഈക്വലായി വെയിറ്റ് കൊടുത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. എപ്പോഴെങ്കിലും ഒന്ന് ബൈക്കിൽ നിന്ന് വീണോ അല്ലെങ്കിൽ ഒരു ഫർണിച്ചറിന്റെ കാലിൽ തട്ടിയൊക്കെ നമ്മുടെ കാല് ഉളുക്കുകയോ ചതയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ 2 കാലിൽ നിൽക്കുന്നതിന്റെ അതിന്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കും. പലർക്കും ഇതൊക്കെ അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും, അതിലേക്ക് പോകുന്നില്ല.
കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്തിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 5 പൈസ ചെലവില്ലാത്ത ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഹാക്കാണ്. നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉള്ളത് പോലെ തന്നെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന 4 പേർ നിങ്ങൾ നോക്കുമ്പോൾ ഇവൻ കൊള്ളാം അല്ലെങ്കിൽ ഇവൾ കൊള്ളാം എന്ന് യുവർ പോസ്റ്റർ സെയ്സ് എ ലോട്ട്. അവിടെ പോയി ഇരിക്കുന്നത് പിന്നീടാണ്. ആ വാതിൽ തുറന്ന് നിങ്ങൾ ചില സിനിമകളിലൊക്കെ നിങ്ങൾക്ക് കാണാം, വിക്രമാദിത്യൻ പോലുള്ള ഇന്റർവ്യൂല് സിനിമയിലൊക്കെ ദുൽഖർ അഭിനയിച്ച റോളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഉള്ള ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ആദ്യമായി നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിച്ച ആളുകളായതുകൊണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച ആളുകളായതുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിലെ പല ആശുപത്രികളിലും ഇപ്പോൾ കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ കോർപ്പറേറ്റുകളാണ് ഇപ്പോൾ അതിന്റെ എല്ലാം മാനേജ്മെന്റിലേക്ക് വരുന്നത്. സായിപ്പിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അവന്മാര് നമ്മൾ അളക്കാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് സായിപ്പിനെ സംബന്ധിച്ച് പോസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴും നമ്മൾ ചോറിനായിരിക്കുമ്പോൾ ഇങ്ങനെ കാല് രണ്ടും ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്ന, സദ്യക്കൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ചില സ്വഭാവമുള്ള ആളുകളുണ്ട്. ചിലർ ചുമ്മാ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഈ 2 കാലും ഇങ്ങനെ 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 ആട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ 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 കൈയുടെ വിരല് ഞെട്ടിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ചിലര് ഷോൾഡർ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ശരിയല്ല. കാരണം അത് ഈ നമ്മളെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി, ഏറ്റവും മനോഹരമായി ഈ ആളുകൾക്ക് മുന്നിൽ, ഇന്റർവ്യൂ ബോർഡിന്, ഈ പാനലിന് മുന്നിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ മുഖത്തെ പുഞ്ചിരി പോലെ തന്നെ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ബോഡി പോസ്റ്റർ, അത് നിങ്ങൾ വേറെ ആരും സഹായിക്കാനില്ല. കണ്ണാടി എന്ന് പറയുന്ന ആ ഒരു വസ്തുവാണ്, 5 പൈസ ചെലവില്ലാത്ത ഒരു വസ്തുവാണ് നമ്മളുടെ ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അത് നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, യൂട്യൂബില് ഇഷ്ടംപോലെ വീഡിയോസ് ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് കിടക്കുന്നുണ്ട്. അതിൽ ബോഡി പോസ്റ്റർ എങ്ങനെ നിങ്ങൾ കറക്റ്റ് അലൈൻ ചെയ്യണം എന്നുള്ളത് അത് നോക്കി നിങ്ങൾ പഠിക്കണം. എന്നിട്ട് വേണം നിങ്ങളൊരു ഒരു ഇന്റർവ്യൂ, അതായത് നിങ്ങളൊരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക വേർഡ് പറയാം, എന്റെ വായിലേക്ക് വരുന്നില്ല മലയാളത്തിൽ. ഒരു കറക്റ്റ് ഒരു നമ്മൾ അംഗപ്പുറപ്പാടിന് മുമ്പ് എന്തോ ചെയ്യുന്ന പറയുന്ന സംഭവം ഉണ്ട്, എന്റെ മെസ്സേജ് വരുന്നില്ല. എന്തായാലും അത് ഞാൻ ഓർക്ക് പിന്നീട് പറഞ്ഞോളാം. അപ്പൊ അതുപോലെ ബോഡി പോസ്റ്റർ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ നടന്നു ചെന്നിട്ട് ആ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോയി ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ഇതിപ്പോ ഒരു ഗൂഗിൾ മീറ്റിലാണ്, നിങ്ങൾ എന്റെ വീഡിയോ മാത്രമേ ഇതിനകത്ത് ഓൺ ആയിട്ടുള്ളൂ. ഞാൻ കൂടി വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളിൽ പലരും ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ കിടന്നുകൊണ്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ ട്രാവലിംഗ് ആയിരിക്കും, ചിലര് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പല പോസ്റ്ററിലായിരിക്കും നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ ഒരു ഓപ്പൺ സെഷൻ ആണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൃത്യമായിട്ട് എങ്ങനെ ഒരു ചെയറിൽ ഇരിക്കണം, എങ്ങനെ നിങ്ങളുടെ കാലുകൾ വയ്ക്കണം എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആണോ സാറിന് ചോദിക്കുന്ന ആളുകളുണ്ട്. ശരീരഭാഷ എന്നാണോ സാർ? യെസ്, അതിലേക്കാണ് വരുന്നത്. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ, നമ്മളൊരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല വാക്ക് ഉപയോഗിക്കുന്നത് പോലെ, നമ്മുടെ സ്നേഹമുള്ളവരോട് നമ്മൾ ഇഷ്ടമുള്ള നല്ല വർത്തമാനങ്ങൾ നല്ല ഭാഷയിൽ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ശരീരത്തിനും ഒരു ഭാഷയുണ്ട്. ആ ഭാഷ എന്റെ ഭാഷയായിരിക്കില്ല നിങ്ങളുടെ ഭാഷ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നതിൽ ഒരു ഡിസ്കംഫർട്ട് എനിക്കും ഉണ്ട്. ഇങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കത് ബുദ്ധിമുട്ടാണ്. ഇത്രയും നേരം ഇങ്ങനെ 1 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. ഞാൻ പൊതുവെ ആളുകൾക്കിടയിലൂടെ നടന്ന ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. അപ്പൊ ഈ ശരീരഭാഷ എന്ന് പറയുന്ന ഒരു സംഭവം, അത് കൊടുക്കുന്ന ഒരു സിഗ്നൽ ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ സിഗ്നല് അപ്പുറത്തിരിക്കുന്ന ബോഡിയിലെ അംഗങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോയി. നിങ്ങൾ എത്ര നോളജബിൾ ആയിട്ടുള്ള ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗൂഗിളിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 3x4 ഇട്ടുണ്ടോ, ബർമുഡ ഇട്ടുണ്ടോ, നിക്കർ ഇട്ടുണ്ടോ പോവാം. ശരിയാണ്, ഗൂഗിളിൽ അവർ പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും പറയുന്നില്ല. ഗൂഗിൾ അവർ വെച്ചിരിക്കുന്ന ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് വേറെ പല സാധനങ്ങളിലും ആയിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും, പ്രത്യേകിച്ച് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബിസിനസ്, ഹ്യൂമൻ റിസോഴ്സ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് കൊണ്ട്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിയിലെ ലേമർഡിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. കൊച്ചിക്കാര് ആയതുകൊണ്ട്, ഞാൻ എറണാകുളം ജില്ലക്കാരനായതുകൊണ്ട് അവിടെ പല പരിപാടിയും പോകുന്നത് ഞാൻ പറയാണ്. ഈ ലേമർഡിയൻ ഹോട്ടലിൽ എല്ലാ വർഷവും PM ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഗൾഫാർ ഗ്രൂപ്പിന്റെ ഒരു CSR ഇനിഷ്യേറ്റീവ് ഉണ്ട്. അവിടെ 3 ദിവസത്തെ പരിപാടിക്ക് ഞാൻ എല്ലാ വർഷവും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഈ ലേമർഡിയൻ ഹോട്ടലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ, അതായത് ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് വരുന്ന കുട്ടികളാണോ അധികവും ജോലി ചെയ്യുന്നത്. 2 മാനേജർമാരുടെ
സ്ഥിരം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ ആ എറ്റിക്കറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ കസേര പെറുക്കിയിടുന്ന ജോലി ചെയ്യുന്ന ട്രെയിനി കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു VIP ഡിന്നർ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് കഴിച്ച പ്ലേറ്റുകൾ റിമൂവ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, ദോശ വിളമ്പി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇഡ്ഡലി വിളമ്പി കൊടുക്കുന്ന ആളുകളായിരിക്കാം. നമ്മൾ വിചാരിക്കില്ല ഇഡ്ഡലി വിളമ്പി കൊടുക്കുന്നതിലൊക്കെ എന്താ അത്ര കാൽപ്പനികരിക്കുന്നത്, അതിപ്പോ ആർക്കും ചെയ്യാവുന്ന പണിയില്ലേ. പക്ഷെ അവരെ ഫോർക്ക് പിടിക്കുന്നതിന് പോലും ഒരു ആംഗിൾ ഉണ്ട്. ഒരേ സമയം ഒരു പ്ലേറ്റിലേക്ക് എത്ര ഇഡ്ഡലി വേണമെങ്കിൽ 2 or 3 ഇഡ്ഡലിയൊക്കെ ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ അറ്റ് എ ടൈം ഒരു ഇഡ്ഡലിയെ അത് പ്ലേറ്റിലേക്ക് വയ്ക്കാവൂ, രണ്ടാമത്തെ ഇഡ്ഡലി രണ്ടാമത്തെ പിക്കില് നിങ്ങൾ വയ്ക്കാവൂ. ആ പിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ ആ എങ്ങനെ വേണേലും പിടിക്കാം. ഇപ്പൊ ഈ പറയുന്ന നമ്മള് നാടൻ ഭാഷ പറഞ്ഞ കൊടിഞ്ഞു പോലെ ഇരിക്കുന്ന ആ പിക്കർ എന്ന് പറയുന്ന സംഭവം എങ്ങനെ വേണേലും പിടിക്കാം. മുകളിലും പിടിക്കാം, സൈഡിലും പിടിക്കാം. ചിലർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടുന്ന ആളുകളുണ്ടാവും, ചിലർ സൈഡിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുപോലും അവിടെ നോട്ട് ചെയ്യാൻ വേണ്ടി ട്രെയിനികളെ, അത് അവർക്ക് വേണ്ടത് എവിടെയും പോലുള്ള ഒരു മെഗാ ബ്രാൻഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഹയത്ത് പോലുള്ള മാരിറ്റ് പോലുള്ള ഒരു ബ്രാൻഡിന് വേണ്ടത് എക്സ്ട്രാ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ HRM-നൊക്കെ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നത്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ മാരിറ്റ് ദുബായിലാണ്. അദ്ദേഹത്തിന് ഒരു മാസം 8 ലക്ഷം രൂപയാണ് ശമ്പളം. ആ ശമ്പളം മുഴുവൻ അദ്ദേഹത്തിന് സേവിങ്സ് ആണ്. കാരണം പുള്ളിയുടെ ബോർഡിങ്ങും ലോഡ്ജിങ്ങും ഒക്കെ ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് കമ്പനിയാണ്. ആ 8 ലക്ഷം രൂപ അദ്ദേഹത്തിന് സേവിങ്സ് ആണ്. ദുബായിൽ ഇൻകം ടാക്സ് ഇല്ലാത്തത് കൊണ്ട് ഇൻകം ടാക്സും കൊടുക്കണ്ട. ആ 8 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ സേവിങ്സ് ആണെന്നാണ്. അത് എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യനാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്ന ഒരു മനുഷ്യനാണ്. ആൻഡ് ഹി ഡിസേർവ്സ് ഇറ്റ് ട്രൂലി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ കറക്റ്റ് ആക്കുക എന്നുള്ളത് ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള, നമ്മൾ ഇത്ര നേരം പറഞ്ഞ ബേസിക്സിന്റെ കൂടെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക്സ് ആണ് ശരീരഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ കറക്റ്റ് ചെയ്യുക എന്നത്. ഈ മലയാളിക്ക് പൊതുവെ ജാട കൂടുതലാണ് നമ്മൾ പറയാറുണ്ട്. നമുക്കിതിന് മസിലി പിടുത്തം കൂടുതലാണ് നമ്മൾ പറയാറുണ്ട്. മസിലി പിടിച്ചിരിക്കുന്നവനല്ല വിജയിക്കുന്നത്. അതുകൂടി പറയട്ടെ. നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുകളിൽ ചെന്നിട്ട് നമ്മള് ഫുള്ളി നല്ല അടിപൊളി കോട്ടും സ്യൂട്ടും നല്ല തിളങ്ങുന്ന പോളിഷ്ഡ് ആയിട്ടുള്ള ഷൂസും ടൈയും ഒക്കെ കെട്ടി നമ്മൾ ഇരിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ആ ഇന്റർവ്യൂ പറയുന്ന എറ്റിക്വറ്റ് ഏതാണോ അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ പോയിട്ട് ഈ വടി പോലെ ഇങ്ങനെ ഇരിക്കുന്നവനല്ല രക്ഷപ്പെടുക. കോൺഫിഡൻസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓവർ കോൺഫിഡൻസ് വേണ്ട എന്നുള്ളത്. എറ്റിക്കറ്റ്സ് പ്രോപ്പറായി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നിങ്ങൾ വളരെ പ്രൊഫഷണലായി ഡീൽ ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓവർ പ്രൊഫഷണൽ ആവാതിരിക്കുക എന്നുള്ളത്. നിങ്ങൾ മര്യാദ പാലിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓവറായി മര്യാദ കാണിക്കുക എന്നുള്ളത്. ഇതെല്ലാം അപകടമാണ്. ഇതെല്ലാത്തിന്റെയും ഒരു മെഡ്ലിയാണ്. ഇതിന്റെ എല്ലാം പാകത്തിന് ഇടുമ്പോഴാണ് നല്ലൊരു സാമ്പാർ ജനിക്കുന്നത് എന്ന് പറയുന്നത് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കാര്യം. സ്ഫുടതയെ പറ്റി റിജു പറയുന്നുണ്ട്. അത് നമ്മൾ നാളെ തൽക്കാലം അതിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഇന്ന് ബേസിക്സ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത 2 ദിവസങ്ങൾ നമ്മൾ ഓരോ സ്ഥാനങ്ങളുമായിട്ട് നമ്മൾ ഇഴകീറി പരിശോധിക്കും. അതിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അതിലായിരിക്കും കുറച്ചുകൂടി നമ്മൾ അതിലേക്ക് ഡിസ്കസ് ചെയ്യുക. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെഷനിലെ ബേസിക്സ് മാത്രമായിരുന്നു. നമുക്കൊരു 15 മിനിറ്റ് കൂടി സമയമുണ്ട്. 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ ഈ കമന്റ് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ലാംഗ്വേജ് മസ്റ്റ് ആണോ, എല്ലാ ആൻസേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഓക്കെ, അതൊക്കെ എന്ന് പറഞ്ഞ് പറയാം. ലാംഗ്വേജ് മസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ കേരളത്തിലാണ് ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ നിങ്ങളോട് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരില്ല. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടൊരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്തൊരിടത്തുമില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഇംഗ്ലീഷാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ബറാക് ഒബാമ പറയുന്ന ഇംഗ്ലീഷാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ അർണോൾഡ് ഷ്വാർസ്നെഗർ പറയുന്ന ഇംഗ്ലീഷാണ് ബെസ്റ്റ് എന്ന് ഒരു തോന്നൽ നമുക്കുണ്ടാവും. അത് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പെർഫെക്റ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ലോകത്തില്ല. ഇംഗ്ലീഷ് പഠിച്ച ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ പറയാണ്, എന്റെ പ്രൊനൗൺസിയേഷൻ ഉൾപ്പെടെ എനിക്ക് ഒരിക്കലും സായിപ്പ് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് IELTS ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, ഈ പെർഫെക്റ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കനേഡിയൻ ഇംഗ്ലീഷ് അക്സെപ്റ്റഡ് ആണ്, ആഫ്രിക്കക്കാരൻ ഇംഗ്ലീഷ് പറയുന്ന രീതി അക്സെപ്റ്റഡ് ആണ്, അറബികൾ ഇംഗ്ലീഷ് പറയുന്ന രീതി അക്സെപ്റ്റഡ് ആണ്, പാകിസ്ഥാനികളും അഫ്ഗാനികളും യമനികളും ഫിലിപ്പീനുകളും മലയാളികളും എല്ലാം പറയുന്ന ഇംഗ്ലീഷ് തന്നെയാണ്. ഈ ഇംഗ്ലീഷ് ഒക്കെ അക്സെപ്റ്റഡ് ആണ്. കാരണം നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇംഗ്ലീഷ് മോശം എന്നുള്ളത്.
നമ്മുടെ ഇംഗ്ലീഷ് മോശം എന്നുള്ള ഗ്രാമാറ്റിക്കലി തെറ്റിപ്പോയിട്ട് നമ്മൾ അത് ന്യായീകരിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഗ്രാമർ തന്നെയാണ്, അതിന് അത് സംശയമില്ല. അത് നമ്മൾ പഠിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ള ലോകത്തുള്ള ഏത് രാജ്യക്കാരൻ പറയുന്ന ഇംഗ്ലീഷും അക്സെപ്റ്റഡ് ആണെങ്കിൽ മലയാളി പറയുന്ന ഇംഗ്ലീഷും അക്സെപ്റ്റഡ് ആണ്. നമ്മൾ ഈ ദ്രവീഡിയൻ ഭാഷ പഠിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഖരാക്ഷരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട്, ഇപ്പൊ ഗഗനചാരി അല്ലെങ്കിൽ മാർക്കണ്ഡേയൻ, നീലകണ്ഠൻ എന്നൊക്കെയുള്ള പേരുള്ള നാടാണ് നമ്മുടേത്. അപ്പൊ ഇതുപോലുള്ള വലിയ വലിയ വാക്കുകൾ, അല്ലെങ്കിൽ ഘടോത്കജൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിന് വൃത്തിയായിട്ട് എഴുതും, മണികണ്ഠൻ എന്നൊക്കെ നമ്മൾ എഴുതും. അപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ ഖരാക്ഷരങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ സംസാരത്തിൽ നമ്മുടെ സ്ട്രെസ്സും ഇന്റോണേഷനും മാറിപ്പോകും. ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നിങ്ങൾ അതിന്റെ പ്രൊനൗൺസിയേഷനെ പറ്റി ഒരുപാട് ബേജാറാവണ്ട എന്നാണ് പറയാനുള്ളത്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന ആരോടും നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ. നിങ്ങൾ ശരിയാണ്, നിങ്ങളിപ്പോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ഡിക്ഷണറി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കോ, അല്ലെങ്കിൽ ദ യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക്കിന്റെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്റർവ്യൂ ആണെങ്കിൽ ശരിയാണ്. കാരണം അവര് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അല്ലെങ്കിൽ മസാച്യുസെറ്റ്സ് ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ശരിയാണ്, അവര് അമേരിക്കൻ ഇംഗ്ലീഷ് ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കും. ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങോട്ടൊന്നുമല്ല പോകുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ വിശാലമായ വ്യത്യസ്തമായ വേറൊരു മേഖലയാണ്. നിങ്ങൾ ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിലും നിങ്ങളുടെ HR മേഖലയാണെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തില് പൂജ ഹോളിഡേസിന്റെ സമയത്ത് മൂന്നാറിലെ പ്രമുഖമായ ഒരു ഹോട്ടലിൽ പോയി. അത് എനിക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയതല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പം ഒരു ബിസിനസ് മീറ്റിന് വേണ്ടി, ഒരു B2B കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ ഹോട്ടലിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ 2 പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. HRM മാനേജർമാര് 2 പേരുണ്ട് ആ ഹോട്ടലിൽ. ഞാൻ ആരെ കുറ്റം പറയല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ അവർ ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാൻ ജ്യൂസ് ഒക്കെ തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളോട് ഡിസ്കഷന് വന്നത് 2 HR ആയിട്ടുള്ള അവിടുത്തെ മാനേജർമാരാണ് വന്നത്. ഈ മാനേജർമാരോട് 15 മിനിറ്റ് സംസാരിച്ചിട്ടും കിട്ടാത്തൊരു ഇൻഫറൻസ്, അല്ലെങ്കിൽ അതിന്റെ ആ ഹോട്ടലിന്റെ ഏകദേശ ചരിത്രം, അതിന്റെ ഗസ്റ്റ് ഒക്യുപ്പൻസിയുടെ റേറ്റ്, അവരുടെ ബിസിനസ് ടു ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആ 2 പെൺകുട്ടികളോട്, നിങ്ങളെപ്പോലെ തന്നെ ഓൺലൈനായിട്ട് എന്തോ കോഴ്സ് പഠിച്ച, അധികം കോളേജിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോകാം. ഞങ്ങൾ പിന്നെ അവരെ പരിചയപ്പെട്ടു. അവർ ഇടുക്കി ജില്ലക്കാർ തന്നെയാണ്. ഇടുക്കിയിലെ വളരെ റൂറൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർ ഓൺലൈനായിട്ടാണ് പഠിച്ചത്. പക്ഷെ ഈ 2 പേർക്ക് ഈ HRമാര് മാനേജ് ചെയ്യുന്നതിനേക്കാൾ ആ ഹോട്ടലിൽ ഏത് ഗസ്റ്റ്, ഈ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വന്നാലും ആ 2 പേർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവരുടെ ലാംഗ്വേജ്, ഇപ്പൊ ഇടുക്കി ജില്ലയുടെ വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന 2 പെൺകുട്ടികൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. അവർ അതേ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. പക്ഷെ അവരോട് സംസാരിക്കുന്ന എല്ലാ ഗസ്റ്റും ഹാപ്പിയാണ് എന്നുള്ളതാണ്. അപ്പൊ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ വളരെ പ്രൊഫഷണലായി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമറെ നിങ്ങൾ എങ്ങനെ ഡിലൈറ്റ് ചെയ്യിക്കണം. ക്യാനൺ എന്ന് പറയുന്ന ക്യാമറ ഉണ്ടാക്കുന്ന ഒരു വലിയ ബ്രാൻഡ് ഉണ്ട്. ക്യാനൺ ക്യാമറ മാത്രമല്ല, ഇമേജിംഗ് എക്യുപ്മെന്റ്സ്, സ്കാനർ, ഫോട്ടോ കോപ്പിയർ ഒക്കെ ഉള്ള ഒരു വലിയ ബ്രാൻഡാണ് ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ക്യാനൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അപ്പൊ അവരുടെ പരസ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഡിലൈറ്റിംഗ് യു ഓൾവേസ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഡിലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിലൈറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഒരു മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകളെ ഡിലൈറ്റ് ചെയ്യിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ എറ്റിക്കറ്റ്സിലൂടെയാണ്, നിങ്ങളുടെ സംസാരത്തിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, ലാംഗ്വേജ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് 100% കണ്ണും മൂക്കും അടച്ച് നമുക്ക് പറയാം, അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇംഗ്ലീഷിന്റെ ഇന്റോണേഷനോ പ്രൊനൗൺസിയേഷനോ, അല്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, പറയുക എന്നുള്ളതാണ്. പറയാനുള്ള മടി ഒരിക്കലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ നിന്ന് വിലക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സംസാരിക്കാൻ മടി കാണിക്കരുത്. ഇനി ഒന്നുമില്ലെങ്കിൽ സ്വന്തം ഫോണിന്റെ ക്യാമറ ഓണാക്കി വെച്ചിട്ട്, സെൽഫി ക്യാമറ ഓണാക്കി വെച്ചിട്ട് അതിനോട് സംസാരിക്കും. ആർക്കാ തടസ്സം? 5 പൈസ മുടക്കില്ല. സെൽഫി ക്യാമറയിൽ നോക്കി നിങ്ങൾ സംസാരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരമാണ് നമ്മളെ കുറെ അഭ്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്, ഞാൻ ആദ്യം പറഞ്ഞ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. നമ്മളെ മറ്റൊരാളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് കാണാനുള്ള ഒരു ശക്തി ദൈവം മനുഷ്യന് തന്നില്ല. ഞാനിപ്പോ ഈ ക്യാമറയുടെ മുമ്പില്
ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ ആപ്പുണ്ട്, ഇഷ്ടം പോലെ ആപ്പുകളുണ്ട്. അതിപ്പോ ഞാനിപ്പോ ഒരു ആപ്പിൽ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കാനാണെങ്കിൽ ഗ്രാമർലി എന്ന് പറഞ്ഞിട്ട് ഒരു വിശാലമായ പ്ലാറ്റ്ഫോം ഉണ്ട്. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കേരളത്തിലെ നമ്മുടെ വടക്കൻ കേരളത്തിലുള്ള ഒരു സംവിധാനമുണ്ട്. അവരും ഒത്തിരി കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു സംവിധാനമാണ് വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത്. വളരെ സിമ്പിളുമാണ് അവരുടെ ക്ലാസ്സുകൾ. അപ്പൊ ഞാൻ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഇതെല്ലാം ഒത്തിരി സാധ്യതകളുണ്ട്. അതുകൊണ്ട് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 8 മിനിറ്റ് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ ഉള്ളത്. അപ്പൊ വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ബേസിക്സിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് നമുക്ക് ക്ലിയർ ഡൗൺ ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങളാണെന്നുള്ളത് ഒരു നോട്ട് രീതിയിൽ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ പാകത്തിന് നമുക്ക് സംസാരിക്കാം. വേറെ ബേസിക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പത്രം വായിക്കുക എന്നുള്ളൊരു കാര്യം നാളെ നമുക്ക് ക്ലാസ് ഉള്ളതാണ്. അപ്പൊ നാളെ ഞാൻ ചോദിക്കും എത്ര പേര് പത്രം വായിച്ചു എന്നുള്ളത് മുമ്പിൽ പറഞ്ഞേക്കാം. അപ്പോൾ പത്രം വായന എന്ന് പറയുന്നൊരു സംഭവം നാളെയെങ്കിലും ഈ പ്രഭാതം പുലരുന്നതിൽ നിങ്ങളിൽ ഇൻസ്റ്റിൽ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടോ? നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മുടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ ആപ്പുണ്ട്. നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഇന്റർവ്യൂസ്. അതായത് ഉദ്ദേശിച്ചത് നമ്മള് ഇപ്പൊ എത്ര സാലറി എക്സ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരി അവൾ ഇന്നലെ ഹൈദരാബാദിൽ ഒരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പൊ അവളോട് ഇന്റർവ്യൂവിന് ചോദിച്ചൊരു കാര്യം, അവള് PhD ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ PhD ഉള്ള ഒരാളാണ്. അതായത് ഈ നമ്മുടെ പ്രളയത്തിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന് ശേഷം പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് കൂടിയ ശേഷം ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നാടായി നമ്മുടെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് നാട്ടിൽ തരക്കേടില്ലാത്തൊരു ജോലിയുണ്ട്. അപ്പൊ ഹൈദരാബാദിൽ ഇൻകോയ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ അവർ സുനാമി വാർണിംഗ് അല്ലെങ്കിൽ സുനാമി പ്രിപ്പയർനെസ് ആണ് കോസ്റ്റൽ കമ്മ്യൂണിറ്റികളെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. അപ്പൊ ആ ഇന്റർവ്യൂവിന് പോയപ്പോ അവളോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എന്താണ് താങ്കളുടെ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, സാലറി പാക്കേജ് മാത്രമല്ല, നിങ്ങളുടെ നീഡ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ഒരു നല്ല ജോലി വിട്ടിട്ട് ഞങ്ങളിലേക്ക് കയറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യം അവർ ചോദിക്കേണ്ടത്. അപ്പൊ അവരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സാധനം പറയുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി വേണം. നമ്മൾ പോകുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഏജ് എത്ര വരെയാകാം? സോറി, അത് എനിക്കറിയില്ല കേട്ടോ. അത് നോക്കിയിട്ട് വേണം. ഞാനൊരു കരിയർ കൗൺസിലർ അല്ലാത്തത് കൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പോയിട്ടില്ല. നമുക്ക് നാളത്തേക്ക് ഞാനത് സെറ്റാക്കി തരാൻ നോക്കിയിട്ട് പറയാം. സാറ് നേരത്തെ പറഞ്ഞില്ലേ ഒരു ലിങ്കിനെ പറ്റി, FBയിൽ ജോബ് സീക്കിന് വേണ്ടി, അത് FB ഇല്ലാതെ വേറെ ആപ്പ് ഉപയോഗിച്ച് പറ്റുമോ? ഞാൻ പറഞ്ഞത് ലിങ്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. നിങ്ങളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, LINKED, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. അത് ജോബ് സീക്കേഴ്സിന്റെ ഒരു പ്ലീത്തോറ, ഒരു മെഡ്ലി എന്നൊക്കെ വേണ്ടി നമുക്ക് വിളിക്കാം. അതിന്റെ ഒരു വലിയ കൂട്ടം ആളുകളാണ് അതിൽ ജോലി നേടിയിരിക്കുന്നത്. അപ്പൊ അത് ലിങ്ക്ഡിൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ലിങ്ക്ഡിൻ പ്രൊഫൈല് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് ഞാൻ ആദ്യം പറഞ്ഞതാണ് കാരണം എന്താണെന്നുള്ളത്. വീണ്ടും ഒരു കൂടി പറയാണ്, അത് ഇന്നത്തെ ജോബ് സീക്കേഴ്സിന്റെ ബൈബിളായി മാറിയിട്ടുണ്ട്. അത് ലിങ്ക്ഡിന്റെ ആപ്പും ഉണ്ട്, ആൻഡ്രോയിഡിലും iOSലും എല്ലാത്തിലും ഉണ്ട്. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണോ സാർ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ. ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നമ്മൾ പിന്നെ ഈ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. SLC പാസ്സാവാത്തവൻ +2 ചേർക്കില്ല, +2 ചേർക്കാത്തവൻ തോറ്റവൻ നമ്മൾ ഡിഗ്രിക്ക് ചേർക്കില്ല. ക്വാളിഫിക്കേഷന് പുറത്താണ് ഈ കളികൾ മുഴുവൻ. ഞാനതാണ് ആദ്യം പറഞ്ഞത്, കേരളത്തില് ഡിഗ്രി ഇൻഫ്ലേഷൻ ആണ്. കാരണം ഡിഗ്രി തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. എവിടെ നോക്കിയാലും എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി. അപ്പൊ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുക, ക്വാളിഫിക്കേഷൻ എടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു സംസാരിക്കുമ്പോൾ ഗ്രാമർ മസ്റ്റാണ്. ഗ്രാമർ മസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ ഇപ്പൊ മലയാളം നമുക്ക് ഇത്ര സുന്ദരമായി സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്, നമ്മൾ ചെറുപ്പം പോലെ അത് കേട്ട് പഠിച്ചതുകൊണ്ടാണ്. മലയാളത്തിൽ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ഒരു അടുത്ത വാക്കിനെ എങ്ങനെ യോജിപ്പിക്കണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. എല്ലാ ഭാഷകൾക്കും അങ്ങനെ ചേർക്കേണ്ട വിധം ചേർക്കേണ്ട. നമ്മൾ വീട് പണിയുമ്പോൾ ഇഷ്ടിക വെച്ച് പോകുമ്പോൾ അതിനിടയിൽ സിമെന്റ് ഇട്ട് കൊടുക്കില്ലേ? എങ്ങനെയാണല്ലോ രണ്ട് ഇഷ്ടികകൾ തമ്മിൽ ഒട്ടിയിരിക്കുള്ളൂ, അതിനെ ബോണ്ട് ചെയ്ത് നിർത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒരു പേപ്പറിലേക്ക് ഒട്ടിക്കുമ്പോൾ അതിനിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഫെവിക്കോൾ. നമ്മൾ ഒട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പശ നമ്മൾ ഒട്ടിക്കുമ്പോൾ അഡസീവ് ഫോഴ്സ്, കോഹസീവ് ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പൊ ആ കോഴ്സ് അതിനിടയിൽ ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നത് ഗ്രാമറാണ്. അപ്പൊ അതുകൊണ്ട് ബേസിക് ഗ്രാമർ പഠിക്കുക എന്നുള്ളതാണ്. ബേസിക് ഗ്രാമർ പഠിക്കാൻ ഒരു പാടുമില്ല. പ്രസന്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് ടെൻസ് എന്താണ്, ഫ്യൂച്ചർ ടെൻസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്, നമ്മൾ 5ാം ക്ലാസ് മുതൽ കേൾക്കുന്ന സാധനങ്ങളാണ്. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും കളയാൻ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമാണ്. ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ആവുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഡിഗ്രി അങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചല്ലേ. അപ്പൊ അതുകൊണ്ട് ഡിഗ്രി തീർച്ചയായിട്ടും ഒരു ഡിഗ്രി ഇതിനോടൊപ്പം ചെയ്തു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം ഡിഗ്രി ഒരു ബേസിക്, നിങ്ങൾ ചുറ്റുപാട് നോക്കി അറിയാം. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ ഡിപ്ലോമ ആയിട്ട് ചെയ്യുന്ന കോഴ്സുകളേക്കാൾ ഒരു റെഗുലർ ഡിഗ്രി വേണ്ട, ഡിസ്റ്റന്റ് ഡിഗ്രി ആണെങ്കിലും ഇവന് ഇഗ്നോ പോലുള്ള സാധനങ്ങളുടെ ഡിഗ്രി ആണെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടാവുക എന്നുള്ളത് അത് വേറെ ഒന്നുമല്ല. എന്താണെന്നറിയോ, നമ്മൾ കുറെ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ, കുറെ പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഉണ്ടാവുന്ന കുറെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ബേസിക്കലി എന്താണ്, നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ബ്രെയിനിനെ കുറച്ചുകൂടി മനോഹരമായി കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ വേറെ ചോദ്യങ്ങളാണ്, അതിലേക്ക് പോകുന്നില്ല, അത് വിവാദമാവും. പക്ഷെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈപ്പ് എന്താണ്, ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇയാളുടെ മസിൽസിന് കിട്ടുന്ന ഒരു റെഡിനെസ് ഉണ്ട്, ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡിഗ്രി പി ജി ഒക്കെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഡിഗ്രി ഒരെണ്ണം എന്തായാലും കയ്യിലിരിക്കുക എന്നുള്ളതിൽ വൊക്കേഷണൽ ട്രെയിനിങ് ചെയ്യുന്ന എല്ലാവരോടും പറയുകയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്ന എല്ലാവരോടും പറയുകയാണ്, ഇവിടെ ഉള്ള ഈ ഗവൺമെന്റിലെ എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, ഡിഗ്രി കയ്യിലുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കേണ്ട കാര്യമില്ല. എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്കൊരു ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാലറി പാക്കേജിലും അത് റിഫ്ലക്ട് ചെയ്യുന്നതിന് ഒരു സംശയം വേണ്ട. ഇപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. ഡിപ്ലോമ ഇൻ ഓർഗനൈസേഷൻ ഇന്റേൺഷിപ്പ് പോയില്ല, കാനഡത്തിന്റെ ഇന്റർവ്യൂ, നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ഭാഗം അതിന്റെ മാൻഡേറ്ററി ആണെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തേ പറ്റൂ. അതാണ് ഞാൻ പറയാം, പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചിലർ ബിടെക്കിലും പോയിട്ട് ലാസ്റ്റ് സെമസ്റ്റർ പ്രോജക്ട് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ എന്ന് പറയും. 8 സെമസ്റ്റർ വെറുതെ പോയി. 8 ദിവസം ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവും, പക്ഷെ പ്രോജക്ട് വെക്കാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കോഴ്സ് മാൻഡേറ്ററി ആയി ഇന്റേൺഷിപ്പ് പറയുന്നത് ഇന്റേൺഷിപ്പ് ചെയ്തേ പറ്റൂ. അത് നമ്മള് സിലബസിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ കോഴ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡിഗ്രി BSW എലിജിബിൾ ആണോ? തീർച്ചയായിട്ടും. ഏത് ഡിഗ്രി എന്നുള്ളത്, ഈ നിങ്ങളിപ്പോ ചെയ്യുന്ന ഈ കോഴ്സ് എന്ന് പറയുന്നത്, HR എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. BSW നിങ്ങൾ പഠിക്കുന്നതും ഇതേ സംഭവം തന്നെയാണ്. അപ്പൊ ബേസിക് ഡിഗ്രി പ്ലസ് ഒരു അഡീഷണൽ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ HRM-ന്റെ ഇതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഡിഗ്രി അക്വയർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിമുഖതയും വേണ്ട. ഡിഗ്രി ഇല്ലാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾ നോക്കണം. പാസ്സല്ലെങ്കിൽ അത് പാസ്സാവാനുള്ള പരിപാടി ചെയ്യണം. പാസ്സല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഇല്ല എന്ന് തന്നെയാണല്ലോ അർത്ഥം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ പഴയ സ്കീമിലൊക്കെ പഠിച്ചിട്ട് ഉള്ള ആളുകളാണെങ്കിൽ പല സർവകലാശാലകൾ പഴയ സ്കീമിലുള്ള കോഴ്സുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സർവകലാശാലയാണെങ്കിൽ തന്നെ അവസാനമായിട്ട് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പഴയ സ്കീമുള്ളവർക്ക് പരീക്ഷ എഴുതാൻ. അത് നിങ്ങൾ അറിയാതെ മിസ്സായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെയ്ത പണി മുഴുവൻ വെറുതെ ആയി പോകും. പിന്നെ വരുന്നതെല്ലാം പുതിയ സ്കീമിന്റെ സാധനങ്ങളാണ്. പുതിയ സ്കീമിന്റെ സിലബസോ പുതിയ സ്കീമിന്റെ സ്കോറിംഗ് പാറ്റേണുകളോ അല്ല നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നോക്കണം. അതിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പേ തന്നെ അത് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നതിൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും. ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. കോൺഫിഡന്റ് ആയിരിക്കുക, പേടിയെ നിങ്ങൾ മറികടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ക്വാളിഫിക്കേഷൻ +2 ആക്കിയത്? അപ്പോൾ ഡിഗ്രി ഇല്ലാത്തവർക്ക് എങ്ങനെ ജോബ് കിട്ടും? സുഹൃത്തെ, ഡിഗ്രി ഇല്ലാത്തവർക്ക് ജോബ് കിട്ടൂല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിത്തിങ് ആൻഡ് എവറിത്തിങ് യു അക്വയർ അഡീഷണലി, അത് നിങ്ങൾക്ക് യു ക്യാൻ കൺവേർട്ട് ഇൻ ടു ക്യാഷ് ആൻഡ് പെനി എന്നുള്ളതാണ്. അതായത് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ത് പരിപാടിക്ക് പോയാലും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത്. ബേസിക് ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും വേണം, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലാന്ന രീതിയിൽ ജോലി തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് അഡീഷണൽ ആയി നിങ്ങൾ അക്വയർ ചെയ്യുന്ന എന്ത് സാധനമായാലും നാളെ നിങ്ങൾ കയറുന്ന തസ്തികയിൽ തന്നെ ഈ സർക്കാർ സെക്ടറിനേക്കാൾ കൂടുതൽ ഇപ്പോ ഇൻക്രിമെന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇൻക്രിമെന്റിന്റെ ടൈം ലിമിറ്റ് കുറവുള്ളത് പ്രൈവറ്റ് സെക്ടറിലാണ്. പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും 4-5 വർഷങ്ങൾ കൊണ്ട് നമ്മൾ അഭൂതപൂർവമായ വളർച്ച ചെയ്തിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കാണും. അവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടത് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. സാംസങ്ങിന്റെ പ്രശസ്തമായ പരസ്യമാണ്, സാംസങ്ങിന്റെ SCVs പുറത്തിറക്കിയപ്പോൾ കൊടുത്ത പരസ്യമാണ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത്. എന്നിട്ട് സാംസങ് എഴുതി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഈസ് നൗ എന്നുള്ളത്.
നെക്സ്റ്റ് എന്ന് പറയുന്ന അവസരത്തിൽ ഇപ്പോഴാണെന്നാ പറയുന്നത്. അപ്പോ നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് ഇപ്പോൾ എന്ന് ഉത്തരം കൊടുക്കണമെങ്കിൽ യു ഹാവ് ടു ഷോ യുവർ സർട്ടിഫിക്കറ്റ് ടു ദ എംപ്ലോയർ. അപ്പൊ അതുകൊണ്ട് എടുക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. പിന്നെന്താണ്, സ്കില്ലല്ലേ നോക്കുക. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള സംഭവങ്ങൾക്കെല്ലാം പ്ലസ് ടു മതി. ഞാൻ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. പ്ലസ് ടു മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഠിച്ച കോഴ്സിനെ ഞാൻ ഒരിക്കലും കുറച്ച് കണ്ടതോ ഒന്നുമല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് അഡീഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടോ, അത് നിങ്ങൾക്ക് നാളെ തീർച്ചയായും പണമാക്കി മാറ്റാൻ പറ്റും. അത് ഈ ഒരു മേഖലയിലല്ല, ഏത് മേഖലയിലായാലും അഡീഷണൽ ക്വാളിഫിക്കേഷനുകൾ നിങ്ങൾക്ക്, അത് ചെറിയൊരു കാര്യമായാലും മതി. 6 മാസം ഡിപ്ലോമ ആണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇൻസെന്റീവ് ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, നിങ്ങളുടെ പ്രൊമോഷൻ വരുന്ന സമയത്ത് അതെല്ലാം കൗണ്ട് ചെയ്യപ്പെടും. പിന്നെ വേറെന്താണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ബാക്കി നമുക്ക് നാളെ ഇനി ഇന്റർവ്യൂവിന് മുന്നിൽ എങ്ങനെ പെരുമാറണം, ഇന്റർവ്യൂവിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയണം, പിന്നെ ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്റർവ്യൂവില് നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ കുറെ വിശാലമായ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അത് നമുക്ക് നാളെ മറ്റന്നാൾ ഡിസ്കസ് ചെയ്യാം. ഈ പ്രൊഫഷൻ എന്തുകൊണ്ട് ചോദിക്കൂ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ചോദ്യമുണ്ട്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. അതേ പറഞ്ഞു, അതിലേക്ക് നമുക്ക് നാളെ പോകാം. ഇന്റർവ്യൂവോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ളത്, അതേപറ്റി നമുക്ക് നാളെ സംസാരിക്കാം. ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ജോബിന് ഹെൽപ്പ് ആകുമോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്റേൺഷിപ്പ് നിങ്ങളുടെ സിലബസിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തേ പറ്റൂ. ഇത് സിലബസിന്റെ ഭാഗമല്ലെങ്കിലും നിങ്ങൾ ഇൻഡസ്ട്രി റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. ആ വാക്ക് ഇപ്പൊ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. മാർക്കറ്റ് റെഡി ആയിരിക്കുക, ഇൻഡസ്ട്രി റെഡി ആയിട്ടിരിക്കുക. അതായത് ഈ ഇൻഡസ്ട്രി, ഇപ്പൊ സർക്കാർ സർവീസിൽ ഒരിക്കൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ആരും ഒന്നും ചോദിക്കാനില്ല. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളെ തള്ളി 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 എന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. റിട്ടേൺ ആവണ അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. ബട്ട് പ്രൈവറ്റ് സെക്ടറിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ് യു ഹാവ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്താലും അതെല്ലാം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയി വരും എന്നുള്ളതാണ്, അത് യാതൊരു സംശയം വേണ്ട. MBA ആൻഡ് HRM ഇതിൽ എപ്പോഴും പ്രിവിലേജ് MBAക്ക് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ, അത് ഞാനതാണ് പറഞ്ഞത്, നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികൾക്ക് എപ്പോഴും ഒരു മുൻതൂക്കം ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കായിരിക്കും എവിടെ ചെന്നാലും പ്രിഫറൻസ് ഉണ്ടാവുക. അത് ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളിൽ, പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന സാലറിയും അല്ലാത്തവർക്ക് കിട്ടുന്ന സാലറി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതിൽ കറക്റ്റ് അതിന്റെ ഉത്തരം അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾക്കും വിശക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ദിവസം ഏകദേശം 165ഓളം പേര് ഉണ്ടായിരുന്നു. അതില് ഇപ്പോ 103ഓളം പേരുകളുണ്ട്. ഇത്രയും നേരം ഈ കത്തി സഹിച്ചതിന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഫസ്റ്റ് ഡേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നാളെ നമ്മൾ ഇന്റർവ്യൂവിന്റെ അകത്ത് നമ്മൾ പെട്ടി കഴിയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക, അവിടെ നമ്മൾ എങ്ങനെയാണ് നീന്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മരം കയറേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് ഒരു ലൂപ്പിലേക്ക് അകപ്പെടുന്നത്, എങ്ങനെയാണ് ആ ലൂപ്പിൽ നമ്മൾ എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരിക്കും. എല്ലാവർക്കും ജോയിൻ ചെയ്തതിന് നന്ദി. ഓക്കെ, ഒത്തിരി താങ്ക് യു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് ഉണ്ട്. പത്രം വായിച്ചിട്ട് വേണം നാളെ വരാൻ. എന്തെങ്കിലും ഒരു പുതിയ കാര്യമായിട്ട് വേണം നാളെ വരാൻ. ഓക്കെ, താങ്ക്സ് എവരി വൺ. ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലിടണം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഇംപ്രൂവ്മെന്റ് ആകുമെന്നാണ് പുതിയ സൈക്കോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ മനസ്സിന് ഫീഡ് ചെയ്യുന്നു ആ സാധനം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇംപ്രൂവ്മെന്റ് ആകും. അതുകൊണ്ട് ഇതൊന്ന് റിക്കളക്ട് ചെയ്ത് പ്രിവെന്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉറങ്ങി കിടക്കാൻ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ കാണാം. ഓക്കെ, താങ്ക് യു.